യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ഹരിഃ ഓം ഹരിഃ ഓം ഹരിഃ. എല്ലാവരും കൂടി ജപിക്കില്ലേ? അതോ എന്താ ആരും മിണ്ടാത്ത? ഒന്ന് രണ്ടാളെ മറുപടി പറയുള്ളൂ. ഹരിഃ ഹരിഃ. ഓ ധർമ്മക്ഷേത്രത്തിൽ 5151 കൊല്ലം മുൻപ് നടന്ന കുരുക്ഷേത്രത്തിന്റെ തുടക്കം അവതരിപ്പിക്കുകയാണ് ആര്? സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട്. എന്റെ പുത്രന്മാരും പാണ്ഡവന്മാരും എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അങ്ങയുടെ പുത്രൻ ചെയ്തത് ആചാര്യനോട് ധിക്കരിച്ച് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം മറുഭാഗത്തുനിന്ന് ഒരു തുടക്കം കണ്ടത് അഭൂതപൂർവമായിരുന്നു. അതാണ് കുന്തിപുത്രൻ അർജുനൻ, വില്ലാളി വീരൻ, കൃഷ്ണനോട് എനിക്കൊരു സൈന്യ പരിശോധന നടത്തണം, ആരോടെല്ലാം കൂടി യുദ്ധം ചെയ്യണം എന്ന് സ്വയം മനസ്സിലാക്കണം, നിർണയിക്കണം എന്ന് പറഞ്ഞ് തേര് തെളിച്ച് കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞു. നിർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താ? സൈന്യത്തെ വേണ്ടതുപോലെ ഒന്ന് പരിശോധിക്കുകയാണ് എന്ന്. അത് പറഞ്ഞപ്പോ കൃഷ്ണന് ഒരു കൂസലുമില്ല. ഭഗവാന്റെ അടുക്കലേക്ക് ഭക്തൻ ഒരു കാലെടുത്തു വെച്ചാൽ ഭഗവാൻ 2 കാല് നമ്മളെ പിടിച്ചു വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മൾ എടുത്തു വയ്ക്കണില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷമം, നമ്മളുടെ പേരിലുള്ള ആക്ഷേപം, നമ്മുടെ അപരാധമാണത്. നോക്കൂ അവിടെ എന്താ നടന്നത്. ഇത് പറയേണ്ട താമസം. ആരായി കൃഷ്ണൻ? കൃഷ്ണ പരമാത്മാവാണ്. അദ്ദേഹത്തിനെ സാരഥിയാക്കി പിടിച്ചു വെച്ചിരിക്കുക. എന്താ കാരണം? അങ്ങ് കീർത്തിമാനാണ്, എനിക്കും കീർത്തിക്ക് അഭിലാഷമുണ്ട്. അപ്പൊ അങ്ങയെ തേരാളിയായി വെച്ച് നിർത്തിയിട്ടെങ്കിലും ഞാനൊരു കീർത്തിമാനാവാം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അർജുനന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു ഒരു സ്പർദ്ധ, മത്സരബുദ്ധി എന്നൊക്കെ കൃഷ്ണൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതെന്തോ ആവട്ടെ, തന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് യോജിക്കാത്തതോ വളരെ എളിമ നിർബന്ധിക്കുന്നതോ ആണെങ്കിലും അത് വേണ്ടതുപോലെ ചെയ്തു തീർക്കുന്നതാണ് മഹത് ബുദ്ധി, അതിൻ്റെ സ്വഭാവം, സമ്പ്രദായം. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ ഉദ്ദേശിച്ചതായ ആദരവോ ബഹുമാനമോ നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് ദേഷ്യപ്പെട്ടു പോവേ, അല്ലെങ്കിൽ ഇരിക്കേണ്ട ഇടത്ത് ഇരിക്കാതെ വരികയെ, ഇങ്ങനെ ഒന്നും നമ്മൾ ചെയ്യരുത്. എവിടെ എന്ത് കിട്ടിയാലും അത് സ്വീകരിച്ചുകൊണ്ട് അവിടെ തന്നെ മികവും തികവും നിറവും എല്ലാം തന്നെ പ്രദർശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ബുദ്ധിയുടെ വൈഭവത്തിന് മാത്രം നിങ്ങൾ മതിൽ കെട്ടി അടയ്ക്കാൻ നോക്കരുത്. എന്താ? ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത, ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത, സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖതഃ
സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരൂനിധി. ഭീഷ്മരുടെയും ദ്രോണരുടെയും മുൻപിലാ കൊണ്ടുപോയി രഥം നിർത്തിയത്. എന്നിട്ട് പറയുന്നതോ, കുരുപക്ഷത്തിൽപ്പെട്ടവരെ ഒക്കെ നോക്കി നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ, ഒരു പരിശോധന നടത്തണം, ആരോട് കൂടിയിട്ടാണ് താൻ പടപൊരുതേണ്ടത് എന്നൊക്കെ നിശ്ചയിക്കാനാണല്ലോ പുറപ്പെട്ടത്. ഇവരാണ് സൈന്യത്തലവന്മാർ, അവരോടുള്ള ബന്ധമെന്ത്, അവർക്കുള്ള സ്ഥാനമെന്ത്, അവരുടെ മുൻപിൽ താൻ എങ്ങനെ പെരുമാറണം. പക്ഷേ ഇവിടെ യുദ്ധമാണ്, രണ്ടുപേര് രണ്ട് സൈന്യത്തിലാണ് നിൽക്കുന്നത്, പരസ്പരം അഭിമുഖീകരിച്ച് പടപൊരുതി ജയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അല്പം കളവും സൂത്രം ഉണ്ടല്ലോ കൃഷ്ണന്റെ കയ്യിൽ, അതൊക്കെ പ്രയോഗിച്ചുകൊണ്ടാണ് അവരുടെ മുൻപിൽ കൊണ്ടുപോയി നിർത്തിയത്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിർത്താമായിരുന്നില്ലേ? തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിദമബ്രവീത്. കഴിഞ്ഞു. ഭീഷ്മരുടെയും ദ്രോണരുടെയും മുൻപിൽ തേര് കൊണ്ടുപോയി നിർത്തി നല്ല പരിശോധന നടത്തിക്കോളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോ അർജുനൻ വിചാരിച്ചില്ല. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താ, തത്രാപശ്യത്, അവിടെ കണ്ടു അത്രേ. ആര്? അർജുനൻ. സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ, അവിടെ കണ്ടവരൊക്കെ പിതൃക്കളും പിതാമഹന്മാരുമാണ്. പിന്നെയോ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ, ആചാര്യസ്ഥാനത്തുള്ളവരുണ്ട്, ദ്രോണൻ മുതലായിട്ടുള്ളവർ, കൃപൻ മുതലായിട്ടുള്ളവർ. ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ, അമ്മാമന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്. പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ, പുത്രന്മാരുണ്ട്, പൗത്രന്മാരുണ്ട്, ചങ്ങാതിമാരുണ്ട്. ശ്വശുരാൻ സുഹൃദശ്ചൈവ, ശ്വശുരന്മാരുണ്ട്, ഇൻലോസ് കുറേയുണ്ട് ഇവിടെ. സുഹൃദശ്ചൈവ, സുഹൃത്തുക്കളാണ് ധാരാളം. ഇങ്ങനെയുണ്ടോ ഒരു പട? ഞാൻ വില്ലാളി വീരനാണ്, അനവധി യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്തതിലൊക്കെ ജയിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ യുദ്ധങ്ങളിലൊക്കെ ഉള്ളവർ ശത്രുക്കളായിരുന്നു. ഇവിടെയോ മിത്രങ്ങളാണ്. പോരാ, ആചാര്യന്മാർ അച്ഛന്റെ സ്ഥാനത്തും മുത്തശ്ശന്റെ സ്ഥാനത്തും അമ്മാമന്റെ സ്ഥാനത്തും മറ്റു പല ബന്ധുബാന്ധവന്മാരായിട്ടുള്ളവരും എല്ലാവരും കൂടിയിട്ടൊരു യുദ്ധമാണ്. ഇങ്ങനെയൊരു യുദ്ധം ഞാൻ കീഴ്ക്കട ചെയ്തിട്ടില്ല, ഇത് ആദ്യമായിട്ടാ. പ്രത്യേകിച്ചും കൃഷ്ണൻ കൊണ്ടുപോയി നിർത്തിയത് എവിടെയാ? എന്റെ തന്നെ മുത്തശ്ശൻ ആരുടെ മടിയിൽ കിടന്ന് ഞാൻ ഉരുണ്ടിട്ടുണ്ടോ, കളിച്ചിട്ടുണ്ടോ എന്റെ ചെറുപ്പകാലത്ത്? എത്ര തവണ അദ്ദേഹം എന്നെ തലോടി ചോറ്റുരുള തന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനെ ലാളിച്ചു വളർത്തി കൊണ്ടുവന്നിട്ടുള്ളതായ പൗത്രനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ മുൻപിലാണ് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. അങ്ങോരാണ് സൈന്യത്തലവൻ, കൂടെ സഹത്തലവനാണ് ആര്? ദ്രോണാചാര്യൻ. ഇവരെ എല്ലാവരെയും കൂടി കണ്ട് ഞാനിപ്പോ എന്ത് വിചാരിക്കാനാ? താൻ സമീക്ഷ്യ സ കൗന്ദേയഃ, ഈ സ്വജനങ്ങൾ നമ്മുടെ പക്ഷത്തിലുമുണ്ട് അവരുടെ പക്ഷത്തിലുമുണ്ട്. സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ. എത്ര ബന്ധുക്കളാ അവിടെ! ഇവരെല്ലാവരും അമ്പും വില്ലും ഗദയും എല്ലാമായി കയ്യിലേന്തി അവിടെ പടപൊരുതാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അസ്ത്രം വിടണം, അത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഇവരെ എല്ലാവരെയും കൂടി നോക്കിയപ്പോ ഇത് സാധാരണ ഒരു യുദ്ധമല്ലല്ലോ അപ്പാ, ശത്രുക്കൾ തമ്മിൽ നടക്കുന്നതാണ് യുദ്ധം. ഇവിടെ നടക്കുന്നത് എന്താ? മിത്രങ്ങൾ തമ്മിലാണ്. മിത്രങ്ങൾ തമ്മിൽ പടപൊരുതാ ഇത് സാധ്യമാണോ? പടപൊരുതാനായിട്ട് മനസ്സ് സമ്മതിക്കണ്ടേ? മനസ്സിൽ ആ പൊരുതത്തക്ക ഒരു വികാരം നമുക്ക് വരണം. എതിരാളി എന്നൊരു തോന്നൽ ആരെ കണ്ടാലും വരണം. ആ ആളെ അതിന് പ്രതി എതിരാളിയാവാൻ നമുക്ക് സാധിക്കും. ഇത് നമ്മളോട് ശത്രുതയില്ല, ഉണ്ടെങ്കിൽ തന്നെ കനിവും അരുളുമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് എങ്ങനെയാ ഈ യുദ്ധം ചെയ്യുക? കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിദമബ്രവീത്. അത് കണ്ടതോടുകൂടി അർജുനന്റെ മനസ്സിൽ ഇതം പ്രഥമമായി പടക്കളത്തിൽ വെച്ച് കൊടുങ്കാറ്റ് പോലെ വീശുന്നതായ ഒരു കൃപ, ഒരു ദാക്ഷിണ്യം, ഒരു ദയവ് മനസ്സിൽ അങ്ങോട്ട് അരങ്ങേറിയത്രേ. കൊടുങ്കാറ്റ് പോലെ അടിക്കുകയാണ് ആ ദേവ്. അതിൽപ്പെട്ട് പരയാവിഷ്ട,
അങ്ങേയറ്റം ആക്രമിക്കപ്പെട്ടു ഈ ദയയാൽ. അതിനാൽ പരവശനായി വിഷീദം ഇതമബ്രവീത്, അതികഠിനമായ ദുഃഖത്തോടുകൂടി അർജുനൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയത്രേ. അർജുന ഉവാച, എന്താ പറഞ്ഞത്? ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സ്രംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. കേൾക്കുന്നുണ്ടോ നിങ്ങളിങ്ങനെ ഒരു യുദ്ധത്തിന് പോയാൽ എന്തു ചെയ്യും എന്ന് സ്വയം ആലോചിക്കണം. 12-13 കൊല്ലത്തെ തയ്യാറെടുപ്പുണ്ട്. ആ തയ്യാറെടുപ്പിൽ പാശുപതാസ്ത്രം സമ്പാദിച്ചു. അതിനുവേണ്ടി ശിവനെ തപസ് ചെയ്തു, ഉറക്കമില്ലാതെ തപസ് ചെയ്തു. കിരാതരൂപത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ഈ ആൾക്ക് ഞാൻ പാശുപതാസ്ത്രം കൊടുക്കാൻ അർഹനാണോ എന്നറിയാൻ വേണ്ടി ഒരു ശത്രുവായി വന്ന് നേരിട്ട് അടിയും പിടിയുമായി കിരാതന്റെ നെഞ്ഞത്തൊരൊറ്റ ഇടിയിടിച്ചു അർജുനൻ. അത് കണ്ടപ്പോ സന്തോഷിച്ചു അത്ര അദ്ദേഹം. ഓ, കേമനാണ്, ഇവന് കൊടുക്കാം പാശുപതാസ്ത്രം എന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പും വന്നു ഇവിടെ. ആ തയ്യാറെടുപ്പിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അത്യുഗ്രമായ പോരാട്ടം കാഴ്ചവെക്കണം, പ്രദർശിപ്പിക്കണം. അവിടെ ആരെല്ലാം വന്നാലും അവരെ 1000 കൊന്നൊടുക്കി എന്റെ കവിധ്വജം പറക്കണം അവിടെ എന്ന് വിചാരിച്ചിട്ടാ വന്നത്. ആ വന്നിട്ടുള്ള അർജുനൻ സെക്കൻഡ് കൊണ്ട് നിറം മാറി, ഓന്ത് നിറം മാറുന്ന മാതിരി. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. കൃഷ്ണ, എന്താ ഈ കഥ? ഇവിടെ ഞാൻ കാണുന്നത് മുഴുവൻ എന്റെ കണ്ണിന്റെ മുൻപിൽ സ്വജനങ്ങളാണ്, പരജനങ്ങളല്ല. പരജനങ്ങളോടുകൂടി പടപൊരുതാം, സ്വജനങ്ങളോടുകൂടി എങ്ങനെ പടപൊരുതും? യുയുത്സും സമുപസ്ഥിതം. എല്ലാവരും ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് വന്നിരിക്കുകയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി. യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ശത്രുക്കളെ നേരിടുക. എങ്ങനെ നേരിടുക? കണ്ണുകൊണ്ടും കാതുകൊണ്ടൊന്നുമല്ല, കൈകൊണ്ടും ആവതാഴി കൊണ്ടും വില്ലുകൊണ്ടുമാണ് നേരിടുന്നത്. കടുത്ത പോരാട്ടം. മൂർത്ത ശരങ്ങൾ ഒന്നൊന്നായി തൊടുത്തുവിട്ട് ശത്രുവിനെ എന്തെല്ലാം പരിക്കേൽപ്പിക്കാൻ പറ്റുമോ അതൊക്കെ പരിക്കേൽപ്പിച്ച് അവനെ തട്ടി താഴത്ത് ടൊപ് എന്ന് മറിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ വന്നിടത്ത് ഞാൻ കാണുന്നതോ പാവം, ഓരോരുത്തരും യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുന്നു. ആ വന്നവരൊക്കെ ഒരു ലേബലും കൊണ്ടാ വന്നിരിക്കുന്നത്. ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ, ഒക്കെ എന്റെ സ്വജനങ്ങളാണ്. അവരെ കണ്ടുടനെ അവരെന്നോട് ഒന്നും മിണ്ടില്ല. എന്റെ മനസ്സ് തന്നെയാണ് എന്നോട് പറയുന്നത്, അയ്യോ ഇത് വലിയ മഹാപാപമാണ്, കൊടുംപാപമാണ്. അർജുന, നിനക്ക് പിഴച്ചു. ഇങ്ങനെ ഒരു യുദ്ധം വീരധീരനായാലും ചെയ്യാൻ പാടില്ല. യുദ്ധം ചെയ്യുന്നത് ശത്രുക്കളോടാണ്. ഇവിടെ വന്നുകൂടിയിട്ടുള്ളവർ ശത്രുക്കളല്ല. എന്നാ പിന്നെ എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിച്ചാൽ മുഴുവനും പറയാൻ പറ്റൂല. എന്തൊക്കെയായാലും ഞാൻ അവരെ നോക്കിക്കാണുന്നത് സ്വജനങ്ങളായിട്ടാണ്. അത് കണ്ട മാത്രയിൽ ഞാൻ പറയാതെ തന്നെ എനിക്ക് ചില പരിണാമങ്ങളോ പരിവർത്തനങ്ങളോ ഒക്കെ വന്നു പോണു എന്റെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും. എന്തൊക്കെയാ? സീദന്തി മമ ഗാത്രാണി, ശരീരമാകെ കിടന്നു വിറയ്ക്കണു. നല്ല വേദന, കൊടിയ വേദനയുണ്ട്. മുഖം ച പരിശുഷ്യതി, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഉമിനീരൊട്ടാകെ വറ്റിപ്പോണു വായില്. വേപതുശ്ച ശരീരമേ, തല മുതൽക്ക് ശീർഷം മുതൽക്ക് കാലിന്റെ അടി വരെ കടന്നിങ്ങോട്ട് വിറയ്ക്കാണ്, പ്രകമ്പനമാണ്. വേപതുശ്ച ശരീരമേ രോമഹർഷശ്ച ജായതേ, സർവത്ര രോമാഞ്ചം, പുളകമാണ് ഉണ്ടാവുന്നത്. ഗാണ്ഡീവം സ്രംസദേ ഹസ്താത്, നോക്കൂ എന്റെ കൃഷ്ണ, ഞാൻ ഗാണ്ഡീവധാരിയാണ്. വേറെ ആർക്കെങ്കിലും ഈ ഗാണ്ഡീവം കയ്യിലെടുത്ത് പൊക്കാൻ പറ്റുമോ എന്ന് വരെ സംശയിക്കണം. ആ ഗാണ്ഡീവം ഞാൻ മുറുക്കി പിടിക്കുകയാണ് എന്റെ ഹസ്തത്തിൽ. അതിന് അഴക്, സൗന്ദര്യം, പരാക്രമം അത് എന്റെ കയ്യിലാവുമ്പോ എനിക്കും വല്ലാത്ത കെങ്കേമത്തം, പ്രൗഢി, പ്രതാപം, പരാക്രമം ഇതൊക്കെ എനിക്കുമുണ്ട്. അങ്ങനെ ഞാൻ അത്യന്തം ഇഷ്ടപ്പെടുന്നതും എന്നെ അങ്ങേയറ്റം ധീരനാക്കി തീർക്കുന്നതുമായ ഗാണ്ഡീവമുണ്ടല്ലോ, ഞാൻ മുറുക്കി പിടിക്കുമ്പോ അത് പിടിക്കാൻ കൂട്ടാക്കണില്ല, വഴുതി ഇങ്ങനെ വീഴുക.
അത് കയ്യിന്ന് ഗാണ്ഡീവം സ്രംസദേ ഹസ്താത്. ഞാൻ മുറുക്കി പിടിക്കാൻ നോക്കുമ്പോ പിടിപെടുന്നില്ല. കൈ അഴഞ്ഞ് അത് തന്നെത്താനെ താഴത്തേക്ക് വരുന്നു. ത്വക്ചൈവ പരിദഹ്യതേ. എന്റെ തൊലി, ശരീരം ആസകലം ചുട്ടുനീറാണ്, ചുട്ടുനീറുന്നു. അഗ്നിയൊന്നുമില്ല അവിടെ, മരുന്നുമില്ല, മിളകുമില്ല, പക്ഷെ ശരീരം മുഴുവൻ ചുട്ടുനീറാണ്. നചശക്നോമ്യവസ്ഥാതും. എനിക്ക് നിവർന്നു നിൽക്കാൻ വയ്യ കൃഷ്ണ. ഇതുപോലെ ഒരവസ്ഥ എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങ് കാണുന്നില്ലേ? ഞാൻ പറയല്ലോ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ. നചശക്നോമ്യവസ്ഥാതും ഭ്രമതീവച മേ മനഃ. ശരീരത്തിന്റെ അവസ്ഥയാണ് ഇത്രയും വർണ്ണിച്ചത്. ഇനി ശരീരത്തിനെ നിലയ്ക്ക് നിർത്തുന്നതും പ്രയോഗിക്കുന്നതുമാണ് മനസ്സ്. ആ മനസ്സോ ഭ്രമതീവച മേ മനഃ, ഭ്രമതീവച മേ മനഃ, ഭ്രമതീവച മേ മനഃ. എന്റെ മനസ്സാകെ ചുഴലിക്കാറ്റ് പോലെ വട്ടം തിരിയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വേളിങ് അറൗണ്ട്. ഭ്രമതീവച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. ബുദ്ധി എന്നോട് പറയണു, അർജുന, നിന്നെ അഭിമുഖീകരിക്കുന്ന നിമിത്തങ്ങളുണ്ടല്ലോ, ശകുനങ്ങള്, ശകുനസൂചകങ്ങളായ ലക്ഷണങ്ങള്, അത് മുഴുവൻ വിപരീതങ്ങളാണ്. ഈ യുദ്ധം നേരെയാവാൻ പോണില്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയല്ല, ഇത് വലിയ പാപമാണ്, ഇത് ചെയ്യാൻ പാടില്ല. നിനക്ക് പാശുപതാസ്ത്രം കയ്യിലുള്ളത് ഇരിക്കട്ടെ, പരമശിവൻ സന്തോഷിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടാവും, അതൊക്കെ ശരിയാ. നോക്കിക്കോ, നല്ല പോലെ നീ നിൽക്കുന്നത് മുത്തശ്ശന്റെ മുൻപിലാണ്, ഗുരുനാഥന്റെ മുൻപിലാണ്. അവരെല്ലാവരും പഠിപ്പിച്ചു തന്നത്, പോഷിപ്പിച്ചു തന്നത്, സമ്പുഷ്ടമാക്കിയത് ആ വിദ്യ അവരുടെ നേരെ നീ എങ്ങനെ പ്രയോഗിക്കും? ഇതൊരിക്കലും ശരിയല്ല, ശരിയല്ല എന്ന് പറഞ്ഞ് ഇടത്തെ കണ്ണ് തുടിക്കണു, തോൾപ്പാട് തുടിക്കണു. ഇങ്ങനെയുള്ള ചില ദുർലക്ഷണങ്ങളും ഉണ്ട്. നശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. നശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. യുദ്ധം എന്തിനാ? പൊരുതാൻ. പൊരുതിയിട്ടോ ശത്രുക്കൾ ഇങ്ങനെ അരിഞ്ഞ് അവരെ വീഴ്ത്തണം. അങ്ങനെ സ്വജനങ്ങളെ മുഴുവൻ നാം കൊന്നൊടുക്കുകയാണെങ്കിൽ ഹത്വാ സ്വജനമാഹവേ നശ്രേയോനുപശ്യാമി. മനുഷ്യജന്മത്തിന് വിധിച്ചിട്ടുള്ളതായ ശ്രേയസ് ഉണ്ടല്ലോ, ശ്രേയസ് പ്രേയസല്ല. പ്രേയസ് എന്ന് പറഞ്ഞാൽ താത്കാലികമായി നമുക്ക് സന്തോഷമോ വൈകാരികമായ മെച്ചമോ ഉണ്ടാക്കി തീർക്കുന്നതൊക്കെ പ്രേയസ്സാണ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ശാശ്വതമായിരിക്കുന്ന നന്മ, ആർക്കും ഒരു ഉപദ്രവവും കൊടുക്കാതെ, ലോകത്തിൽ നിന്ന് ഒന്നും ആവശ്യപ്പെടാതെ, ഐന്ദ്രിയ തലത്തിലുള്ള ഒരു ആവശ്യവുമില്ലാതെ ഉള്ളിൽ നിന്ന് നിറഞ്ഞങ്ങനെ പൊന്തി വരുന്നതായ സുഖത്തിനാണ് ശ്രേയസ് എന്ന് പറയുക. ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന ആ സുഖത്തിനാണ് ശ്രേയസ് എന്ന് പറയുക. ആ ശ്രേയസ് ഈ യുദ്ധം ചെയ്താൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. പടപൊരുതി ശത്രുക്കളെയൊക്കെ കൊന്നു, ഏതാനും ദിവസമെടുത്തു, അതൊക്കെ കഴിഞ്ഞാലും ജീവിതം അവശേഷിക്കും. ആ അവശേഷിക്കുന്ന ജീവിതത്തിൽ ഈ നടന്ന യുദ്ധത്തെപ്പറ്റി എന്തെങ്കിലും ഓർമ്മ വരാതെ കഴിയില്ല. എന്തെങ്കിലുമല്ല, നിരന്തരം ഓർമ്മ വന്നു എന്ന് വരാം. ആ ഓർമ്മയൊക്കെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നതും യാതനയേൽപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ യുദ്ധം ശരിയാണെന്ന്. നശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. അതുകൊണ്ട് എനിക്ക് എന്താ പറയാനുള്ളത്? നകാംക്ഷേ വിജയം കൃഷ്ണ നചരാജ്യം സുഖാനിജ. നകാംക്ഷേ വിജയം കൃഷ്ണ നചരാജ്യം സുഖാനിജ. നോക്കൂ, അർജുനന്റെ മനസ്സിലുള്ള വേദന. ആ വേദനയെ തുടർന്ന് അർജുനൻ ചിന്തിക്കുന്ന ആ രീതി ഒന്ന് നോക്കൂ. വന്നു നിൽക്കുന്നത് കുരുക്ഷേത്രം യുദ്ധഭൂമിയിലാണ്. അതിൽ ധർമ്മക്ഷേത്രവും കൂടി ആയതിനാൽ ആ ധർമ്മത്തിന്റെ തരംഗം, കുരു തപസ് ചെയ്തതിന്റെ സ്പന്ദനം, പ്രസരണം, സ്വാധീനം, അത് ദുര്യോധനെ കൊണ്ട് കടുങ്കൈ ചെയ്യിപ്പിച്ചു, ആചാര്യനോട് ധിക്കരിച്ച് സംസാരിപ്പിച്ചു. ഇവിടെ അർജുനന്റെ മനസ്സിലോ അതികഠിനമായിരിക്കുന്ന കൃപ, ദാക്ഷിണ്യം, ദയവ് തൊടുത്തുവിട്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് വരെ തീരുമാനമെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരേ ധർമ്മക്ഷേത്രത്തിന്റെ ഭിന്നമായിരിക്കുന്ന രണ്ട് സ്വഭാവമാണിത്, അതിന്റെ സ്വാധീനം. നകാംക്ഷേ വിജയം കൃഷ്ണ നജരാജ്യം സുഖാനിജ. അതുകൊണ്ട് എനിക്ക് രാജ്യം, നകാംക്ഷേ വിജയം കൃഷ്ണ, ഈ യുദ്ധം ചെയ്ത് എനിക്ക് വിജയം വേണ്ട കൃഷ്ണ. ഒരു പക്ഷേ ഞാൻ ഇതേവരെ വിചാരിച്ചു പടപൊരുതും, ഒന്നാന്തരം അവസരം, അഭൂതപൂർവമായ യുദ്ധം കൃഷ്ണന് തേരാളിയായി കിട്ടിയിട്ടുമുണ്ട്.
ഈ യുദ്ധം ചെയ്ത് വിജയം സമ്പാദിച്ചാൽ വില്ലാളി വീരനായിരിക്കുന്ന അർജുനൻ ലോകത്തും എന്നേക്കുമായി വിഖ്യാതനായി തീരും എന്നൊക്കെ ഞാൻ വിചാരിച്ചു കാണും. ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങനെയല്ല എന്റെ പൊന്നു കൃഷ്ണ. നകാംക്ഷേ വിജയം കൃഷ്ണ, എനിക്ക് വിജയം വേണ്ട കൃഷ്ണ. നച രാജ്യം സുഖാനിജ, എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണു? നമുക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള രാജ്യം അത് തട്ടിപ്പറിച്ച് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ദുര്യോധനാദികള്. അത് തിരിച്ചു കിട്ടിയാൽ നമുക്ക് ആധിപത്യമായി, സിംഹാസനമായി, അതോടുകൂടി രാജകീയമായ പ്രതാപവും സുഖഭോഗങ്ങളും ഐശ്വര്യവുമെല്ലാം അനുഭവിക്കാം എന്നുള്ളൊരു വിചാരമല്ലേ എന്റെ മനസ്സ് പറയണു, ബുദ്ധി പറയണു ഇതൊന്നും വേണ്ടാന്ന്. ആ പറയുന്നതിലൊക്കെ യുക്തി ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേന വാ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടതാ. കിം നോ രാജ്യേന ഗോവിന്ദ, തിരിച്ചു കിട്ടിയ രാജ്യം കൊണ്ട് എന്താണ് നമുക്ക് വരാനുള്ളത് നേട്ടം? കിം ഭോഗൈ ജീവിതേന വാ, സുഖഭോഗങ്ങൾ സമൃദ്ധമായി കിട്ടിയാലോ? ജീവിതേന വാ, ജീവിതം കൊണ്ട് തന്നെ എന്തു വേണം? എന്താ കാരണം? യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം സ്ത്യക്ത്വാ ധനാനി ച. ആർക്ക് വേണ്ടി നാം പടപുരുതാൻ തീരുമാനിച്ചുവോ അത് നമുക്ക് മാത്രം വേണ്ടിയിട്ടല്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന കുറെ ബന്ധുബാന്ധവന്മാരുണ്ട്. അവരുടെ ജീവിതമൊക്കെ പരുങ്ങലിലാണപ്പോ. അവർക്കൊക്കെ സമ്പദ് സമൃദ്ധമായി, സൗകര്യമായി, സുഗമമായി ജീവിതം നയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവരെല്ലാവരും ഇതിൽ പടപൊരുതി സ്വയം മരിക്കാനോ മറ്റുള്ളവരെ കൊല്ലാനോ തയ്യാറായിട്ട് വന്നിരിക്കുക. ഈ യുദ്ധമങ്ങൾ അവസാനിച്ചാൽ കൃഷ്ണ എത്ര ആള് ബാക്കി വരും? ലക്ഷക്കണക്കിന് ആളൊന്നും ബാക്കി വരില്ല. മഹാഭാരത യുദ്ധത്തിൽ 45 ലക്ഷം പടയാളികളാണ് പങ്കെടുത്തത്. അതിൽ 44,99,990 കൊല്ലപ്പെട്ടു. 10 പേരെ മിച്ചം വന്നുള്ളൂ. ഒന്ന് വിചാരിക്കരുത് ദുര്യോധന പക്ഷത്തിലെ സേന മാത്രം നശിച്ചു എന്ന്. സമാനമായി ഒപ്പത്തിനൊപ്പം പാണ്ഡവസേനയും നശിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും കൊന്നൊടുക്കാൻ നിർബന്ധിക്കുന്നതായി ഈ യുദ്ധം എന്തിന് രാജ്യം, എന്തിന് സുഖം, എന്തിന് സമൃദ്ധി, എന്തിനാണ് ഐശ്വര്യം? ഇതൊന്നും എനിക്ക് വേണ്ട 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 എന്ന് പറയുക. ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? മനുഷ്യന്റെ വ്യക്തിത്വം, ആ വ്യക്തിത്വം വളരെ സങ്കീർണമാണ്. അതിലെന്തൊക്കെയുണ്ട്? ദൃശ്യമായ പാഞ്ചഭൗതിക ശരീരമുണ്ട്. ആ ശരീരത്തിന് ബലമാവാം, ശക്തിയാവാം. ഇപ്പൊ സർക്കസ് പഠിച്ചവരുണ്ട്, ജിംനേഷ്യത്തിൽ പോയി മാംസപേശികളെ പുഷ്ടിപ്പെടുത്തുന്നവരുണ്ട്, ദേഹബലം, കായബലം, കരാട്ടെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, തൈക്കണ്ടു എന്ന് പറയുന്നതൊക്കെ. അതൊക്കെ ഉണ്ട് എന്തിന്? ശരീരബലം വർദ്ധിപ്പിക്കാൻ. നമുക്ക് ശരീരബലമുണ്ട്, യുവത്വം ഉണ്ടെങ്കിൽ അത് വലിയൊരു അഹങ്കാരവും ഗർവും അഭിമാനവുമാണ്. അപ്പൊ ശരീരബലം, ദേഹബലം എന്നൊന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സാണ്. ചിലർക്ക് മനസ്സിന് വല്ലാത്ത ശക്തിയും അസാധാരണമായ ധൈര്യവും ഉണ്ടാവും. എന്ത് വന്നാലും അവർ കൂസില്ല അങ്ങനെയുള്ളവരുണ്ട്. അത് കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ടുള്ള കസറത്താണ് പിന്നെ ഒന്ന്. ആ ബുദ്ധിക്ക് ആലോചിക്കാനുള്ള ശക്തിയുണ്ട്. എത്ര തന്നെ വിഷമം വന്ന പരിതസ്ഥിതിയിലെത്തിയാലും അതിനൊരു പരിഹാരം കാണാൻ പറ്റിയ തരത്തിലുള്ള ബുദ്ധിയുണ്ട്. ഒരു നിലയ്ക്ക് അഹങ്കാരവുമുണ്ട്. ഇനി ഇതുകൊണ്ടൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഭൗതികമായിരിക്കുന്ന ഒരുക്കൂട്ടങ്ങളും സമ്പത്തുകളും സാമഗ്രികളുമുണ്ട്. ദേഹബലം, മനോബലം, ബുദ്ധിബലം, പിന്നെ ഭൗതികമായിരിക്കുന്ന നേട്ടം. ആ ഭൗതിക നേട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് ഗാണ്ഡീവം. അതിലേറെ ഒരു ഭൗതിക നേട്ടമില്ല. അർജുനന്റെ ശരീരം ഞാൻ പറഞ്ഞു കിരാതനായിട്ട് യുദ്ധം ചെയ്ത് നെഞ്ഞത്തടിച്ചു എന്ന്. അപ്പൊ നല്ല ശരീരത്തിന് ശക്തിയുണ്ട്. മനോബലമോ ഉറക്കമില്ലാതെ എത്ര മാസങ്ങൾ വേണമെങ്കിൽ തപസ് ചെയ്യാനുള്ള മനഃശക്തിയുമുണ്ട്. ഉറക്കം മനുഷ്യനെ ഉള്ളിൽ നിന്നാ കീഴ്പ്പെടുത്തുക. ഇവിടെ നല്ലോണം കേൾക്കണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടി. ഭൂമാനന്ദ സ്വാമി ഇതാ പറയാൻ പോണു ഭഗവത്ഗീത അടിസ്ഥാന തത്വങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞു വന്നു. നല്ല ഉത്സാഹമുണ്ട്. നോക്കൂ, ഉറക്കം നമ്മളെ കിടന്നു പിടിക്കുന്നത് അകത്തുനിന്നാണ് കിടന്നു പിടിക്കുക. ആ ഉറങ്ങുന്ന സമയത്ത് വലിയ വിഷമ, നമുക്ക് തടുക്കാൻ പറ്റിയെന്ന് വരില്ല.
കൃഷ്ണൻ ജനിക്കുന്ന സമയത്ത് ആ ജനനം കണ്ടുപിടിക്കണം, ഉടനെ റിപ്പോർട്ട് ചെയ്യണം, കുട്ടിയെ ഉടനെ കൊണ്ടുവരണം, കരിങ്കല്ലിൽ അടിച്ചു കൊല്ലണം എന്ന് തീരുമാനിച്ച് സ്പെഷ്യലായിട്ട് മീശക്കൊമ്പന്മാരെ ഒക്കെ അവിടെ വച്ചു. അർദ്ധരാത്രി ഒരു ചെറുമഴയും പെയ്തു. അർദ്ധരാത്രി 12 മണിക്കാണല്ലോ കണ്ണു മൂടുക. ആ സമയത്തൊരു മഴയും കൂടി ആയപ്പോഴോ, അന്നോ എയർ കണ്ടീഷനും ഫാനും ഒന്നും ഇല്ലാത്ത കാല, നല്ല തണുപ്പിൽ നല്ല മന്ദമാരുതൻ, കാവൽക്കാരൊക്കെ കിടന്നുറങ്ങി. കൃഷ്ണൻ ജനിക്കുകയും ചെയ്തു, കൊണ്ടുപോവുകയും ചെയ്തു, പെൺകുട്ടിയെ കൊണ്ട് കിടത്തുകയും ചെയ്തു. ഒറ്റ ആളും ഒന്നും അറിഞ്ഞില്ല. എന്നിട്ട് കംസന് കിട്ടിയത് പെൺകുട്ടിയാ. അതിനെ കൊല്ലാൻ പറ്റിയോ? പറ്റിയില്ല. അത് കയ്യിൽ നിന്ന് തെറിച്ചു പോയി ആകാശത്തിൽ നിന്ന് പറയാണ്, എടോ തന്റെ ശത്രു എവിടെയോ ജനിച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ചോളാന്ന്. നീ വേണോ മാനക്കേടുതിലേറെ? അപ്പൊ നമുക്ക് പലതരത്തിലുള്ള ബലമാണ്. അപ്പൊ മനസ്സിന്റെ ബലം അതികഠിനമാണ്. ആ മനോബലമുണ്ട്. ഇനി ബുദ്ധിയോ? ബുദ്ധി നമ്മളോട് പറയുന്നത് എന്താ? അയ്യോ ഇത് മഹാപാപമാണ്, ചെയ്തു പോകരുതേ, ദുർലക്ഷണങ്ങളാലേ കാണുന്നത്. ഇത് വിട്ടൊരു മനുഷ്യൻ എന്താ ഉള്ളത്? അർജുനൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല. അർജുനൻ സാധാരണക്കാരെ പോലെ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചു കാണും, അസ്ത്രശസ്ത്ര വിദ്യയുടെ ഒപ്പം. അങ്ങനെ പഠിച്ച സമയത്തും അർജുനൻ അത് കേട്ട് ഇതൊന്നുമല്ലാതെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ വേറെ എന്തോ ഒന്ന് അനശ്വരമായി, അമരമായി, അജയ്യമായി, ഈ ലോകത്തിനെ മുഴുവൻ ഗ്രസിച്ച് അതിനേക്കാൾ മികച്ച ഒരു വൈഭവം തന്റെ ഉള്ളിലുണ്ട്. അന്തരാത്മ അതിനെപ്പറ്റി വല്ലതൊക്കെ പറഞ്ഞു കാണും. പക്ഷെ അത് കേട്ടില്ല, ഗ്രഹിച്ചില്ല, അത് കൈക്കലാക്കാൻ പുറപ്പെട്ടില്ല. ആ ആത്മതലത്തിൽ ചെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന യോഗ്യത മാത്രമേ ഈ ലോകത്തിൽ തങ്ങി നിൽക്കുള്ളൂ. ഒന്നിനും ആക്രമിക്കപ്പെടാൻ പറ്റാതെ എല്ലാറ്റിനെയും തരണം ചെയ്ത് നിങ്ങളെ എല്ലാ കാലത്തും സുഭഗമാക്കി, സുഗമമാക്കി, സുന്ദരമാക്കി, സമ്പുഷ്ടമാക്കി ജീവിപ്പിക്കണമെങ്കിൽ ഈ ആത്മബലം എന്നൊരു ബലം വേണം നമുക്ക്. ആ ഒരു കാര്യം മാത്രം അർജുനന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആ പൊള്ളത്തമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഭീഷ്മൻ ഇതുപോലെയുള്ള കുലുക്കമില്ല, ദ്രോണൻ ഇതുപോലെയുള്ള കുലുക്കമില്ല. അവരാണ് ഒറ്റ ദൃഷ്ടിയാ നോക്കിയാൽ അധർമ്മത്തിന് കൂട്ടുപിടിച്ച് നിൽക്കുന്നത് സൈന്യത്തലവന്മാരായി. ദുര്യോധന്റെ പക്ഷത്തിൽ നിൽക്കാമോ? നിൽക്കുന്നത് തെറ്റല്ലേ? ഞങ്ങളുടെ മനസ്സാക്ഷി സമ്മതിക്കുന്നില്ലല്ലോ. ദുര്യോധന്റെ പക്ഷത്തിൽ ഞാൻ നിന്ന് യുദ്ധം ചെയ്താലും മറുഭാഗത്ത് യുധിഷ്ഠിരന് ജയമാശംസിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയൊരു വൈരുദ്ധ്യമല്ലേ? ഇങ്ങനെയുള്ള ആലോചനയും വിഷമവും അക്കൂട്ടർക്കല്ലേ വേണ്ടത്? അവർക്കൊന്നുമില്ലല്ലോ. അവരുടെ കയ്യിൽ ദേഹബലമല്ലാതെ, ദേഹബലം വിട്ട്, മനോബലം വിട്ട്, ബുദ്ധിയുടെ മികവും വിട്ട് അവരുടെ ഉള്ളിലൊരു അന്തരാത്മീയ വൈഭവം പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശം ഉള്ളയിടത്തോളം കാലം എല്ലാം ശരി. അതില്ലെങ്കിലോ തകർന്ന് തരിപ്പണമായത് തന്നെ. ഈ ഒരു കാര്യം അർജുനൻ ഇതേവരെ മനസ്സിലാക്കിയിരുന്നില്ല. മനസ്സിലാക്കിക്കാനുള്ള ഒരു ഉത്തമ അവസരമായിരുന്നു കൃഷ്ണനിത്. കൃഷ്ണനും അർജുനനും തമ്മിൽ വലിയ ചങ്ങാത്തമാണ്. ആ ചങ്ങാത്തത്തിൽപ്പെട്ട എന്റെ ചങ്ങാതി എല്ലാവിധത്തിലും നന്നാവണം എന്നുള്ള വിചാരമുണ്ട്. കൃഷ്ണന്റെ അടുത്ത് ഇതിനു മുമ്പ് ചോദിച്ചത് എന്താ? അങ്ങയുടെ സഹോദരി സുഭദ്രയെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന്. അതിന് കൂട്ടുനിന്നു. ഒരു സന്യാസീസ വേഷം കെട്ടിച്ചോളൂ, അതേ വഴിയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ സുഭദ്ര നിന്നെ ശുശ്രൂഷിക്കാൻ വരും. ഒരു സന്യാസിയെ ശുശ്രൂഷിക്കുന്നത് വിരോധമില്ലല്ലോ. അങ്ങനെ ശുശ്രൂഷിച്ച് നിങ്ങൾ തമ്മിൽ സ്നേഹം സ്ഥാപിച്ചോളൂ. അവസാനം ഒരു രഥത്തിൽ രണ്ടാളും കൂടി പൊക്കോളൂ. പോകുന്ന സമയത്ത് അർജുന, സുഭദ്ര തേര് തെളിക്കണം, നീ തെളിക്കരുത്. കേട്ടോ നിങ്ങള്? എന്താ സുഭദ്ര തേര് തെളിക്കണം എന്ന് പറഞ്ഞേ? അല്ലെങ്കിൽ അർജുനൻ സുഭദ്രയെ റാഞ്ചി കൊണ്ടുപോയി എന്ന് പറയും ബലരാമനും എന്റെ അച്ഛനും. അത് പറ്റില്ല. സുഭദ്ര തേര് തെളിച്ചാ പിന്നെ നിനക്ക് പരാതിയില്ല. സുഭദ്ര തെളിക്കണം തേര് എന്ന് പറഞ്ഞ് അതിനൊക്കെ കൂട്ടുനിന്ന കൃഷ്ണൻ അങ്ങനെ ഓരോന്ന് ആവശ്യപ്പെടുകയല്ലാതെ, കൃഷ്ണ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എനിക്ക് ഗാണ്ഡീവമുണ്ട് കയ്യിൽ, മെയ്ബലവുമുണ്ട്, മനോബലവുമുണ്ട്, ബുദ്ധിക്കുമുണ്ട് ശക്തിയും വൈഭവവും. ഇതെല്ലാം അല്ലാതെ ഒന്നുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കത് വേണം, ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ഈ 13 കൊല്ലക്കാലമോ അതിനു മുൻപോ ചോദിച്ചില്ല. അപ്പൊ അർജുനന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഒരു പൊള്ളത്തം. ആ പൊള്ളത്തം നീക്കണം എന്നുള്ള വിചാരവും കൂടി കൃഷ്ണനുണ്ടായിരുന്നു. ഇത്രയും കാലം ഞാനതിന് കാത്ത് കേണിരുന്നു. കാത്ത സന്ദർഭം ഇപ്പോഴാണല്ലോ കിട്ടിയത്. മഹാഭാരത യുദ്ധം അർജുനുള്ള സുവർണാവസരമോ അതോ കൃഷ്ണനുള്ളതായിരുന്നോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് പറയും. അതോ രണ്ടാൾക്കും കൂടിയുള്ളതോ? മനുഷ്യനിലുള്ള എല്ലാ തലങ്ങളും തളർന്നു വശായി. അതാണ് അർജുനിൽ കാണുന്നത്. ഇന്ദ്രിയങ്ങൾ തകർന്നു, മനസ്സ് തകർന്നു, ബുദ്ധി തകർന്നു, അഹങ്കാരം തകർന്നു. ഭൗതിക നേട്ടത്തെ സൂചിപ്പിക്കുന്നതായ ഗാണ്ഡീവമിത പിടിച്ചു നിർത്താൻ കൈയില്ലാതെ താഴത്ത് വീണ് കിടക്കണു.
ഇനിയിപ്പോ എന്താ ഉള്ളവിടെ? ഇതിനപ്പുറത്തുള്ള ആത്മതലത്തിനെ പറ്റി അറിഞ്ഞിട്ടില്ല. ആ ആത്മതലത്തെ പറ്റിയാണ് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും പ്രഖ്യാപിക്കുന്നത്. അതാണ് ഭാരതത്തിന്റെ സംസ്കാരം. അതിലാണ് മനുഷ്യന് ശ്രേയസ്. മനുഷ്യനുള്ള അന്തിമ സാഫല്യം വരണമെങ്കിൽ അത് പണം കൊണ്ടല്ല, പ്രതാപം കൊണ്ടല്ല. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഃ. ന കർമ്മണ ന പ്രജയാ ധനേന. ഘോരധീര കർമ്മം ചെയ്തത് കൊണ്ട് ഒരാള് സമൃദ്ധനാവാൻ പോകുന്നില്ല, സാഫല്യം വരില്ല. കുറെ കുട്ടികളുണ്ടായത് കൊണ്ടും മെച്ചമില്ല, പണം ധാരാളം സമ്പാദിച്ചുകൊണ്ടും കാര്യമില്ല. ഇതിനെയൊക്കെ അതിക്രമിച്ച് നമുക്ക് പോയി ആത്മതലത്തിൽ പോയി അവിടെ നങ്കൂരമുറപ്പിക്കണം എന്ന് ഉപനിഷത്തുകൾ പ്രഖ്യാപിക്കുന്നു. ആ ആത്മാവിനെ പറ്റി എന്താ പറയാനുള്ളത്? അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോർനിഹിതം ഗുഹായാം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? നല്ലോണം കേൾക്കേൻ, കാത് കടം മേടിച്ച് കേൾക്കേൻ. കുരുക്ഷേത്രത്തിൽ നടന്ന യുദ്ധമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ യുദ്ധം നമ്മളോട് വിളിച്ചു പറയുന്നത് എന്താ? എല്ലാവിധത്തിലുള്ള ഭൗതിക നേട്ടങ്ങളും ഉണ്ടായിരുന്ന വില്ലാളി വീരൻ അർജുനനിതാ സെക്കൻഡ് കൊണ്ട് തളർന്നു വശായി, ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതി വീണു. എന്നിട്ട് ആ മഹാനിത പുലമ്പുന്നു കൃഷ്ണന്റെ മുൻപിൽ. നമ്മൾക്ക് തെറ്റാണ് ചെയ്യാൻ പുറപ്പെടുന്നത്, ഞാനില്ല എന്ന് പറയുക. എന്താ കാരണം? ആ ഉള്ളിലുള്ള പൊള്ളത്തം പരിശോധിച്ചു നോക്കൂ. സദസ്യരെ, ശ്രോതാക്കളെ, പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരും തന്റെ ജീവിതത്തിൽ തന്നെ സമ്പന്നനാക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമുക്ക് വേണ്ടത് എന്ത്? നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കും? എന്തിനെ ലാക്കാക്കി ജീവിക്കണം, എന്തിനെ ഉന്നം വെച്ച് ജീവിക്കണം, എന്ത് ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രയത്നിക്കണം, പുറപ്പെടണം? PhD ആൻഡ് പോസ്റ്റ് ഡോക്ടറേറ്റ് സമ്പാദിക്കുന്നതാണോ മനുഷ്യ ജീവിതത്തിലെ ലക്ഷ്യം? അതോ ഇതെല്ലാം തകർന്ന് തരിപ്പണമാവാനുള്ളതോ? നമുക്കുള്ള നേട്ടം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ മനസ്സിനും ബുദ്ധിക്കും അപ്പുറത്ത് ആത്മതലം എന്ന പേരിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ ഒന്നും പ്രവേശിക്കില്ല. ഒരാക്രമണത്തിനും വിധേയമല്ലാതെ കണ്ണടച്ച് ഉള്ളു നിരീക്ഷണം ചെയ്ത് മനോവൃത്തികളെയും ബുദ്ധിവൃത്തികളെയും അതിക്രമിച്ച് ചെന്ന് ആ ഉള്ളിലുള്ള ആത്മസാമ്രാജ്യത്തിൽ ചെന്ന് അണയണം. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോഴാണ് ജീവിതത്തിന് സാഫല്യം. ആ ഉള്ളിലുള്ള സാധനമുണ്ടല്ലോ, ആത്മാ. അണോരണീയാൻ മഹതോ മഹീയാൻ. ഒന്ന് പറയണോ നിങ്ങള്? അണോരണീയാൻ മഹതോ മഹീയാൻ. പറയൂ. എന്ത് ഇത്ര വലിയ സദസ്സിൽ 10 ആള് സംസാരിക്കുന്നു. എന്നാ ബാക്കിയുള്ളവരും എല്ലാവരും വേണ്ട, അവരോട് മാത്രം സംസാരിക്കാൻ ഞാൻ. ഒന്ന് എല്ലാവരും കൂടി കുലുങ്ങി പറയൂ അപ്പ. അണോരണീയാൻ മഹതോ മഹീയാൻ. അണോരണീയാൻ മഹതോ മഹീയാൻ. ഒന്ന് പറഞ്ഞു കേൾപ്പിക്കൂ കുട്ടികളുടെ ചെവിയിൽ. മോനെ, മോളെ, നിന്റെ ഉള്ളിലുണ്ട് അണോരണീയാൻ. കടുകുമണി അല്ല, ആറ്റം അല്ല, അതിലും താഴത്തുള്ളത് ക്വാർക്ക് അല്ല, അത് പാർട്ടിക്കിൾ അല്ല, വേവ് അല്ല, ഏറ്റവും ആണവികമായിട്ടുള്ളതാണ്, അതിസൂക്ഷ്മമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ കണ്ടുപിടിക്കാൻ വിഷമം. അത് പുറത്തല്ല എൻ്റെ പൊന്നുമക്കളെ, അത് ഉള്ളിലാണ്, ഉള്ളിലാണ്, ഉള്ളിലാണ്. ശങ്കരാചാര്യർ ഒരൊറ്റ കുട്ടിയായിരുന്നു. ആർക്ക്? അച്ഛനും അമ്മയ്ക്കും. ചെറുപ്പം മുതൽക്ക് 7 വയസ്സിൽ പൂണോലിട്ടു, ഉപനയനം കഴിച്ചു, വേദങ്ങളെല്ലാം പഠിപ്പിച്ചു. ആ വേദമന്ത്രങ്ങളും ഉപനിഷത്ത് മന്ത്രങ്ങളുമെല്ലാം കേട്ട് ആ മന്ത്രങ്ങളുടെ ഇടയിൽ ചിലപ്പോ ഈ പരമാത്മാവിനെ പരാമർശിക്കുന്ന ചില പ്രസ്താവനകളുണ്ട്. ഈ വേദങ്ങളെല്ലാം കൂടി നമ്മളോട് പറയുന്നത് ബ്രഹ്മവിദ് ആപ്നോതി പരം. ഇതാണ് നാരായണാശ്രമത്തിന്റെ മുദ്രാവാക്യം. ബ്രഹ്മവിദ് ആപ്നോതി പരം. ഞങ്ങളുടെ പുസ്തകങ്ങളിലൊക്കെ കാണാം. ബ്രഹ്മത്തെ അറിയുന്നവനാണ് ജീവിതത്തിൽ അങ്ങേയറ്റത്തെ നേട്ടം കൈക്കലാക്കുന്നത്. എന്താണ് ഈ ബ്രഹ്മം എൻ്റെ അച്ഛ? ഉപനിഷത്തുകളും വേദങ്ങളും പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, ബ്രഹ്മജ്ഞാനി, ബ്രഹ്മജ്ഞൻ, ബ്രഹ്മജ്ഞൻ, ബ്രഹ്മവിദ്, ബ്രഹ്മി, ബ്രാഹ്മണ ഒക്കെ കണ്ടല്ലോ വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ. അത് എന്താണത്? അദ്ദേഹം പറഞ്ഞു അത്രേ, എനിക്ക് തോന്നുന്നു ഒരൊറ്റ ആളേ ഉള്ളൂ ലോകത്തിൽ, ഗോവിന്ദപാദൻ.
അദ്ദേഹം നർമ്മദാ നദീ തീരത്തിൽ ഒരു കുടീരത്തിലാണ് താമസിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഗോവിന്ദപാദനോട് ചോദിച്ചാൽ മാത്രമേ നിനക്കിതിന് തക്കതായ ഒരു മറുപടി കിട്ടൂ എന്ന് പറഞ്ഞു അത്രേ. ആര്? അച്ഛൻ. അത് കഴിഞ്ഞ് പാവം അധികം താമസിക്കാതെ അദ്ദേഹം ദേഹം വിട്ടു. ദേഹം വിട്ടു എന്നൊരു കാര്യം, ദേഹം വിട്ടാൽ പിന്നെ നമ്മൾ സാധാരണ ഓർമ്മ വയ്ക്കുന്നത് എന്താ? കാണാൻ ദേഹമില്ല, അപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വരിക, കേട്ട കാര്യങ്ങൾ. അച്ഛൻ പറഞ്ഞു എന്നോട്, ബ്രഹ്മത്തെ അറിയണം എന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, നർമ്മദാ നദീ തീരത്തിൽ ഗോവിന്ദപാദൻ താമസിക്കുന്ന കുടീരത്തിൽ ചെന്ന് അവിടുത്തെ വാതിൽ തട്ടണം, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നേ ഇതിന് മറുപടി കിട്ടുള്ളൂ എന്ന് പറയുണ്ടായി. ആ വിചാരം തന്നെ മൂത്ത് അദ്ദേഹം എന്തു ചെയ്തു? വിധവയായിരിക്കുന്ന അമ്മയെ വിട്ട് ആ നമ്പൂതിരി ഉണ്ണി കാൽനടയായി ചെന്ന് ഗോവിന്ദപാദന്റെ അടുക്കല് നർമ്മദാ നദീ തീരത്തിലുള്ള കുടീരത്തിൽ ചെന്ന് മുട്ടി. ആ കുട്ടിയെ കണ്ടതോടുകൂടി തനിക്കൊരു പുത്രൻ, മാനസപുത്രൻ ജനിച്ചതായി തോന്നിയത്രേ ഗോവിന്ദപാദന്. ശങ്കരനുണ്ണിയുടെ മനസ്സിലോ നഷ്ടപ്പെട്ടു പോയതായ അച്ഛനെ വീണ്ടും കിട്ടിയതുപോലെ ഒരു തോന്നൽ അദ്ദേഹത്തിനും. അവർ രണ്ടുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു. അവിടുന്ന് അങ്ങട് അധികം താമസിയാതെ നമ്പൂതിരി ഉണ്ണി ശങ്കരന് വേണ്ട കാര്യം മനസ്സിലായി. ആത്മജ്ഞാനം എന്താണെന്നും ആത്മസിദ്ധി എന്താണെന്നും സാക്ഷാത്കാരം ഏതെന്നൊക്കെ മനസ്സിലായതിനു ശേഷം ആ അച്ഛൻ കുട്ടിയോട് പറഞ്ഞതാണ്. ചെതൽ പിടിച്ചു കുറെ കിടക്കണു അവിടെ. അനവധി ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും സൂത്രങ്ങളും ബ്രഹ്മസൂത്രങ്ങളും എഴുതിയിട്ടുള്ള താളിയോല ഗ്രന്ഥങ്ങൾ എത്രയാ കിടക്കണത്. 2500 കൊല്ലം മുൻപാണ് ബുദ്ധൻ ജനിച്ചത്. ആ ബുദ്ധൻ ജനിച്ച് പല ആശ്രമങ്ങളിലും ചെന്ന് വൈരാഗ്യത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തപ്പോ ഒറ്റ ആശ്രമത്തിലുള്ളവർക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ജീവിത പ്രശ്നങ്ങൾ നേരിടുമ്പോ, മനസ്സിൽ താത്വികമായിരിക്കുന്ന ജിജ്ഞാസ ഉയരുമ്പോൾ അതിനെ തണുപ്പിക്കാൻ, അതിന് ഉത്തരം നൽകാൻ പെറ്റ അച്ഛനും അമ്മയ്ക്കും പറ്റില്ല. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങളൊക്കെ ശാരീരികമായി അരക്കെട്ടിൽ നിന്ന് ജനിച്ച കുട്ടികളെ മടിയിൽ വെച്ച് താലോലിക്കും. ആ കുട്ടിയുടെ മനസ്സിൽ തത്വജിജ്ഞാസ ഉയർന്നാൽ അതിന് മറുപടി പറയാൻ അച്ഛനും പറ്റില്ല, അമ്മയ്ക്കും പറ്റില്ല. ശിവഗുരു എന്താ പറഞ്ഞത് ശങ്കരാചാര്യനോട്? അവിടെയുണ്ട് നർമ്മദാ നദീ തീരത്തിൽ ഒരു തപോധാമം. ആ കുടീരത്തിൽ ഗോവിന്ദപാദൻ, ഒരു തപസ്വി, തപോധനൻ, അദ്ദേഹം മാത്രമേ ഇതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ വേദങ്ങൾ ചൊല്ലുന്നുണ്ട്, കഴുത സ്വർണം ചുമക്കുന്ന പോലെ. കഴുതയ്ക്ക് സ്വർണത്തിന്റെ വില അറിയില്ല, ചുമക്കുന്ന ഭാരം മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ അതൊക്കെ ചൊല്ലുന്നുണ്ട്, നാവിലിങ്ങനെ പേർത്തെടുക്കും ഓരോ ശബ്ദങ്ങളും ഉച്ചാരണവുമെല്ലാം. പക്ഷെ ആ വേദം സർവേ വേദായത് പദമാമനന്തി തപാംസി സർവാണി ച യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. നചികേതസനോട് യമൻ പറഞ്ഞു, അർജുനോട് കൃഷ്ണൻ പറയാൻ പോണു, സർവേ വേദ യത് പദമാമനന്തി. 4 വേദങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന വിശേഷപ്പെട്ട ഒരു പരമധാമമുണ്ട്. ആ ധാമം പുറത്തല്ല, അത് വൈകുണ്ഠമല്ല, അത് കൈലാസമല്ല, അത് അന്തരാത്മീയ തലമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ദേഹത്തേക്കാൾ സമീപസ്ഥം, മനസ്സിനേക്കാൾ തൊട്ടടുത്ത്, ബുദ്ധിയേക്കാൾ സമീപസ്ഥം നമ്മുടെ ഉള്ളിന്റെ ഉള്ളാണത്, പുറമേയുള്ളതല്ല. പുറമേയുള്ളത് കാണാൻ കണ്ണു തുറക്കണം, ഉള്ളിലുള്ളത് കാണാൻ അതും കൂടി വേണ്ട. ഉറക്കത്തിൽ നമ്മളെ ആശ്ലേഷിച്ച് ആലിംഗനം ചെയ്ത് ഒന്നുമറിയാതെ മെയ് പോലും മറന്ന് ഉറക്കി അങ്ങോട്ട് കിടത്തുന്നത് ഈ അന്തരാത്മാവാണ്. അതിനെ വിട്ടൊരു സമയമില്ല, അതിൽ നിന്ന് അകന്ന് ഒരു ദശയില്ല. അത്ര വിശേഷപ്പെട്ടതാണ്. ഈ പദത്തെയാണ് മഹാവാക്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, സർവം ഖൽവിദം ബ്രഹ്മ എന്നീ മഹാവാക്യങ്ങളൊക്കെ നമ്മോട് പറയുന്നത് ഈ അന്തരാത്മീയ വൈഭവത്തെ പറ്റിയാണ്. എടോ മനുഷ്യ, താൻ തിന്നാനും കുടിക്കാനും വെറും ഉറങ്ങാനും പെരുകി വർദ്ധിപ്പിക്കാനും വേണ്ടി ജനിച്ചവനല്ലടോ, അല്ലടോ, അല്ലടോ. താൻ കണ്ണടച്ച് ഉള്ളു നോക്കി ഉള്ളിന്റെ ഉള്ളിൽ കടഞ്ഞെടുക്കാനുള്ള അമൃതുണ്ട്. ആ അമരത്വം അറിയാൻ വേണ്ടി ജനിച്ചവനാടോ താൻ.
ഞാൻ പലപ്പോഴും വിചാരിക്കും, ഞങ്ങളുടെ ആശ്രമത്തിൽ മാ ഗുരുപ്രിയ പറയാറുണ്ട്, സ്വാമിജി എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ കുറെ ബ്രഹ്മചാരികളും തപസ്വികളും വേണം എന്ന് എന്താ വിചാരിക്കാത്തതെന്ന്. അപ്പൊ ഞാനിപ്പോ വിചാരിക്കുക, എനിക്കൊരു 1/2 ഡസൻ ബ്രഹ്മചാരികളെ കിട്ടണം. ഈ മാർഗം വേണ്ടതുപോലെ മനസ്സിലാക്കി ഗ്രഹിച്ച് ഉൾക്കൊണ്ട് സാക്ഷാത്കരിച്ച് ആ സാക്ഷാത്കാര വൈഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ ലോകം മുഴുവനും സഞ്ചരിച്ച് ഈ ഉൾ പ്രഭാവത്തെപ്പറ്റി, ഉൾ മികവിനെപ്പറ്റി, ഉൾ നിറവിനെയും തികവിനെയും പറ്റി ലോകത്തിലുള്ള എല്ലാവരോടും പ്രഖ്യാപിക്കാൻ, യുക്തിസഹമായി പരാമർശിക്കാൻ പറ്റിയിട്ടുള്ള ഒരു 6 ബ്രഹ്മചാരികളോ ചാരിണികളോ ആണ് വേണ്ടത്. ഞങ്ങളുടെ ആശ്രമത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി 8 ഓ 9 പേരാണ്. ഒക്കെ തപസ്വികളും തപസ്വിനികളുമാണ്. തീരെ മോശമല്ല കേട്ടോ. എല്ലാവരും കേൾക്കും. എന്നിട്ട് പിന്നെയും പോവും ഈ പട്ടി എല്ല് നക്കണമാതിരി നക്കി. അത് കഴിഞ്ഞ് അതിന് പിന്നെയും നക്കി. എന്നിട്ട് നാവിന്ന് ചോര ഒലിക്കും, പിന്നെയും നക്കും. അത് വിചാരിക്കുകയാണ് എല്ലിന്നാണ് ചോര വന്നത് എന്ന്. നക്കി നാവ് കേടുവരല്ലാണ്ട് ഒരു തുള്ളി രക്തം ഈ എല്ലിന്ന് വരില്ല. ഇത് തന്നെയാണ് നമ്മുടെ ലോകത്തിന്റെ പിന്നാലെയുള്ള പരക്കം പാച്ചില്. എന്ത് കിട്ടും ഇവിടെ എന്നാ നിങ്ങൾ പറയുന്നത്? ഇവിടെ ഉള്ളത് മുഴുവൻ അടിമുടി നശ്വരമല്ലേ? ബ്രഹ്മാദി സ്തംഭപര്യന്തം. ഇവിടെ നശിക്കാത്തത് വല്ലതും ഉണ്ടോ? ഭൂമിയെപ്പോലും നശിപ്പിക്കുകയാണല്ലോ മനുഷ്യൻ. മനുഷ്യഹസ്തങ്ങളിൽ ഭൂമിക്ക് ഇരിക്കപ്പുറതിയില്ലാതെയായി കഴിഞ്ഞു. ആഗോള താപം വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ ഭൂമിക്ക് നിക്കക്കള്ളി ഉണ്ടാവില്ല. ഇവിടെയുള്ള സസ്യലതാദികൾ മുഴുവൻ ഉണങ്ങി ചുരുങ്ങി അങ്ങോട്ട് പോവും. ചന്ദ്രനേക്കാളും കശയാവും നമ്മുടെ സ്ഥിതി. കേൾക്കണുണ്ടോ നിങ്ങള്? എന്താ നിങ്ങൾ ഈ പറയുന്നത്? പ്ലാസ്റ്റിക് സിവിലൈസേഷൻ ഉണ്ടാക്കി. ഇപ്പൊ പ്ലാസ്റ്റിക് മാരകമാണെന്ന് പറയുന്നു. ഈ ചെകുത്താനെ ആര് ഉണ്ടാക്കാൻ പറഞ്ഞു ആദ്യം? ഇപ്പൊ എന്തിനു വേണ്ടാന്ന് പറയുന്നു? നമ്മുടെ ജീവിതത്തിൽ നാം ഉത്പാദിപ്പിക്കുന്നതായ ഗാർബേജ്, ചപ്പും ചവറും എത്രയാണ് കിടക്കുന്നത്? തൃശ്ശൂർ നഗരത്തിൽ പോലും ഫുട്പാത്ത് നിറച്ചാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ ആദ്യമായി നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്ന ചപ്പും ചവറും മറ്റൊരുത്തന്റെ തലയിൽ വെച്ച് കെട്ടുന്ന സ്വഭാവം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്നാ ഞാൻ ചോദിക്കണത്. ഇതിന് അർത്ഥം വല്ലതും ഉണ്ടോ? ആദ്യമായി നമ്മുടെ കേരള സർക്കാരും ഇന്ത്യൻ സർക്കാരും വേണ്ടത്, ഓരോരുത്തരും ജീവിക്കുന്ന സമയത്ത് അവർ ഉത്പാദിപ്പിക്കുന്നതായ ചപ്പും ചവറും അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് ദഹിപ്പിച്ച് ഭൂമിയിൽ അങ്ങോട്ട് ലയിപ്പിക്കാനുള്ള വഴിയാണ് ആദ്യമായി ആവിഷ്കരിക്കേണ്ടത്. നമ്മുടെ പഞ്ചവത്സര പദ്ധതികളൊക്കെ നിൽക്കട്ടെ അവിടെ. നമുക്ക് ആവശ്യം ഈ ഗാർബേജ് ഡിസ്പോസലാണ്. കേരളത്തിലുള്ള ഗാർബേജ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അത്രേ. അഭിമാനമുള്ള കേരളക്കാർക്ക് നാണാവില്ലേ? ഞാൻ ഡോക്ടർ ശ്രീധരനോടും ശ്രീമാൻ അയ്യപ്പനോടും ചോദിച്ചു, എത്ര ശാസ്ത്രജ്ഞന്മാരാണ് നമ്മുടെ രാജ്യത്തിൽ, എത്ര കെമിസ്ട്രി പഠിച്ചവരാണ്, നമുക്കൊരു ഗാർബേജ് ഡിസ്പോസൽ പ്ലാൻ ഉണ്ടാക്കിക്കൂടെ എന്ന്. അദ്ദേഹം അവസാനം ഒന്ന് ഉണ്ടാക്കി തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ പുറപ്പെട്ടിരിക്കുക. അവര് FRNയും അവരും കൂടിയിട്ട്, HLLും കൂടിയിട്ട്. എന്തിന് ഞാനിത് പറയണു? നാശം വിതയ്ക്കുകയാണ് മനുഷ്യന്റെ ബുദ്ധി ഇതിന് മാത്രം മലീമസമാണോ? ഇത്രത്തോളം അതിന് ശക്തിയില്ലേ, അറിവില്ലേ? ഒരു ഫാക്ടറിയിൽ ഉത്പന്നങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് വിടുന്ന വിസർജനങ്ങൾ ലോകത്തിന് മുഴുവൻ ദുരിതമുണ്ടാക്കുന്നതാണ്. മറ്റൊരാൾ പറയാതെ തന്നെ ഉത്പന്നത്തിന്റെ ഭാഗമായി ഒരു തരത്തിലുള്ള മാരക ഗ്യാസും ഞാൻ പുറത്തു വിടില്ല എന്ന് പറഞ്ഞ് സംസ്കരിച്ച് നിരുപദ്രവമായ ഒരു സാധനം വിടാൻ സാധിക്കണ്ടേ മനുഷ്യന്? അല്ലെങ്കിൽ മനുഷ്യബുദ്ധിക്ക് എന്താണ് ഇവിടെ സ്ഥാനം? There is something called sustainable civilization. The civilization should become sustainable, not self-destructive. ആത്മമാരകമാകരുത് നമ്മുടെ സഭ്യത, നമ്മുടെ സംസ്കാരം, നമ്മുടെ അഡ്വാൻസ്മെന്റ്. ഇതാണ് ഈ പട്ടി എല്ല് നക്കിയ വർത്തമാനം ഞാൻ പറഞ്ഞത്. എല്ലല്ലേ നമ്മൾ നക്കുന്നത്? എന്നിട്ട് ഉണ്ടാവുന്നത് നമ്മുടെ നാവിൽ നിന്നുള്ള ചോരയല്ലേ അതിൽ വീഴുന്നത്? ആ ചോരയെ നാം തെറ്റിദ്ധരിക്കുകയല്ലേ എല്ലിന്നുണ്ടായി എന്ന് പറഞ്ഞ്. ഈ ലോകത്തിന് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് നല്ലത് തരാനുണ്ടോ എന്ന് ഞാനിതാ തുറന്നു ചോദിക്കണു. എന്താ ഉള്ളത് ഇവിടെ? ഒരു പടുവൃക്ഷം കൊമ്പും ചിലിയും എലിയുമായിട്ട് ഇങ്ങനെ ഇരിക്കണു. അതിന്റെ തടിയിൽ ഗംഭീരമായിട്ട് തീ കത്തുന്നുണ്ട്. എത്ര നേരം കത്തും, എത്ര നേരം ഇല ഇവിടെ നിൽക്കും? അതേമാതിരിയാണ് നമ്മുടെ 4 ഭാഗത്തുള്ള സാധനങ്ങൾ മുഴുവനും. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ബ്രഹ്മവിദാപ്നോതി പരം എന്ന് പറയുന്നത് വെറുതെയാണോ? ഉപനിഷത്തുകൾ ഓതിത്തരുന്നതാണ്. ആ ഉപനിഷത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശങ്കരാചാര്യർ അച്ഛൻ പറഞ്ഞു കേട്ട ഗോവിന്ദപാദന്റെ അടുത്ത് പോയി, ബുദ്ധൻ 2500 കൊല്ലം മുൻപായിരുന്നു.
അദ്ദേഹത്തിന് വൈരാഗ്യമുണ്ടായിരുന്നു. ആ വൈരാഗ്യവും കൊണ്ട് ആശ്രമങ്ങളിൽ ചെന്നപ്പോ ആശ്രമവാസികൾക്കൊന്നും അതിന് മറുപടി പറയാൻ പറ്റിയില്ല. ആശ്രമങ്ങൾക്കുമുണ്ട് നല്ല കാലവും പൊട്ടക്കാലവും അവർക്കും ഉണ്ട്. അപ്പൊ അവിടെ ഉള്ളവരൊന്നും പ്രബുദ്ധരായിരുന്നില്ല. ആ ചെറുപ്പം രാജകുമാരന്റെ ജിജ്ഞാസയെ വേണ്ടതുപോലെ അറിഞ്ഞ് ഉണർന്ന് അതിന് തക്ക മറുപടി പറയാൻ സാധ്യമല്ല അന്ന് എന്നുള്ളൊരു നില വന്നു. നിരാശ മുഴുത്തു. അദ്ദേഹം സഞ്ചരിച്ചു, പലയിടത്തും പോയി, ഒന്നും കണ്ടില്ല. അവസാനം അദ്ദേഹത്തിന് സ്വയം ഒരു ബോധമുണ്ടായി. ആ ബോധമുണ്ടായി ആരും നയിക്കാനും വന്നില്ല എന്ന് കണ്ടപ്പോ ആ ബോധത്തെ അദ്ദേഹം സ്വന്തം അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ചതിന്റെ പേരിൽ രാജകുമാരനുമായിരുന്നുവല്ലോ അനവധി പേര് ബൗദ്ധന്മാരായി തീർന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അവരൊക്കെ സന്യാസിമാരാണ്. സന്യാസിമാരല്ല, സന്യാസിനിമാരും. അങ്ങനെ ആ ബൗദ്ധ പ്രതാപത്തിൽ ഹിന്ദുമതത്തിനോ വേദാന്തത്തിനോ ഉള്ള പ്രഭ മുഴുവൻ നഷ്ടപ്പെട്ട് 1300 കൊല്ലം കഴിഞ്ഞു. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ബുദ്ധൻ ജനിച്ചത് 2500 കൊല്ലം മുൻപാണ്. ശങ്കരാചാര്യർ ജനിച്ചത് 1200 കൊല്ലം മുൻപാണ്. അതാണ് 1300 എന്ന് ഭൂമാനന്ദ സ്വാമി പറയണേ. ഇവിടെ ഇരുന്നാ പറയണത്, ഇവിടെ ഇരുന്നെന്നെയാ പറയാ. ആ പറയുന്നതിൽ ഒരു പഴുതുണ്ടാവാൻ വഴിയില്ല. ബുദ്ധന്റെ ജന്മം 2500 വർഷം മുൻപ്, ശങ്കരാചാര്യൻ ജനിച്ചത് 1200 കൊല്ലം മുൻപ്. ഈ 1300 കൊല്ലമായി വേദാന്തം നിഷ്പ്രഭമായത് ഗോവിന്ദപാദന്റെ മനസ്സിൽ വല്ലാതെ തട്ടിയിട്ട് പറയാണ്, എന്റെ പൊന്നുമോനെ, ഈ വേദാന്തം അതിന്റെ നഷ്ടപ്പെട്ട പ്രതാപം മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് നീ ഭാരതഭൂമിയിൽ രണ്ടാമതും ഒന്ന് സ്ഥാപിക്കാൻ നിനക്ക് സാധിക്കുമോ? നിന്നെ കാണുമ്പോ എനിക്ക് തോന്നുന്നു നിനക്ക് കരുത്തുണ്ട്, സാമർഥ്യമുണ്ട്, ഉൾക്കാഴ്ചയുണ്ട്, വിവേക തീക്ഷ്ണതയുണ്ട്. ആരോടും സംസാരിക്കാനും യുക്തിസഹമായി കാര്യങ്ങൾ പ്രസ്താവിക്കാനും നിരത്തിവെക്കാനും നിനക്ക് സാധിക്കും. എന്റെ അനുഗ്രഹവുമുണ്ട്. എന്റെ പൊന്നുമോനെ, നീ ഇത് ചെയ്യോ? എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. ആ ഒരൊറ്റ വാക്കാണ് അച്ഛന്റെ ശാസന പോലെ, ഇംഗിതം പോലെ, ആജ്ഞ പോലെ എടുത്ത് ആ കൊച്ചുകുട്ടി 32 വയസ്സിന് മുൻപ് തലങ്ങും വലങ്ങുമായി ഭാരതഭൂമിയിൽ മുഴുവനും നടന്ന് പണ്ഡിതന്മാരെയും ധീരവീരന്മാരെയും മതനേതാക്കളെയും ധാർമ്മിക അധ്യക്ഷന്മാരെയും എല്ലാവരെയും പോയി കണ്ട് അവരോട് വാഗ്വാദം ചെയ്ത് വേദാന്തത്തിന്റെ ആ പരമസ്ഥാനം പുനഃസ്ഥാപിച്ചു കൊണ്ടുവന്നത്. 1300 കൊല്ലമാണ് ഗ്രഹണം പിടിച്ച് കിടന്നത് ഈ ശാസ്ത്രം. അദ്ദേഹം അതിന് ഭാഷ്യം എഴുതിയപ്പോഴാണ് ഒരു പുതുജീവൻ കിട്ടിയത്. നമുക്ക് ഉപനിഷത്തുകളുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ബ്രഹ്മസൂത്രമുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിത്യസഖിയാണ്, നമുക്ക് സന്തത സഹചാരിയാണ്. ഒരു ഭാഗത്ത് ശരീരത്തിന്റെ ബന്ധങ്ങൾ അച്ഛനും അമ്മയും ഇരിക്കട്ടെ, കല്യാണം കഴിച്ചാൽ ജീവിത കൂട്ടാളിയും പങ്കാളിയും ഇരിക്കട്ടെ, ഉണ്ടാവുന്ന കുട്ടികളും ഇതൊക്കെ സമ്മതിച്ചു. ഒക്കെ തൊലിപ്പുറമേ, തൊലിക്കുള്ളിലല്ല. എന്താ നിങ്ങൾക്ക് കേൾക്കാൻ പിടിക്കുന്നുണ്ടോ? അതോ ദേഷ്യം വരുന്നില്ല? തൊലിപ്പുറമേ. ഇതൊക്കെ കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനുമുള്ള റിലേഷൻഷിപ്പാണ്, ബന്ധമാണ്. ഒരൊറ്റ ആള് മനസ്സിന്റെ ഉള്ളിൽ പ്രവേശിക്കില്ല. ഒരു കുട്ടി ജനിച്ചു, പൊക്കിൾക്കൊടി മുറിച്ചു, അന്ന് മുതൽക്ക് ആ കുട്ടി വേറെയാണ്. ആ കുട്ടി അമ്മയുടെ ഉള്ളിൽ കിടക്കുവോ? എന്താ നിങ്ങൾ മിണ്ടാതെ? കിടക്കോ? അതോ പുറത്തോ? നിങ്ങളുടെ കയ്യിലുള്ള സ്വത്തോ, ധരിച്ചിരിക്കുന്ന വസ്ത്രോ, പുറത്തോ അകത്തോ? ഈ ലോകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പൊട്ട നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് സുഖം തരുമോ? സുഖം തരണത് ഇതൊക്കെ എന്റെ ആണെന്നുള്ള മനോവിചാരമാണ്. മനോമേഖലയിൽ ഒന്നിനും പ്രവേശനമില്ല. അവിടെ അച്ഛനില്ല, അമ്മയില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, ഒന്നുമില്ല. അവിടെ കിടക്കില്ല. അതൊക്കെ തടസ്ഥിതാഹ, അതൊക്കെ പുറത്തങ്ങനെ നിൽക്കുന്നതാണ്. നമുക്ക് സന്തോഷം വേണോ, നന്മ വേണോ, നമുക്ക് ഉത്തുംഗത വേണോ, ഔത്കൃഷ്യം വേണോ, സൗഭാഗ്യവും സാഫല്യവും വേണോ? ദാ അർജുനൻ പുലമ്പുന്നു, ഇതിലൊന്നും ശ്രേയസില്ല എന്റെ കൃഷ്ണ. എന്റെ പാശുപതാസ്ത്രം നിഷ്ഫലം, എന്റെ ഗാണ്ഡീവം നിഷ്ഫലം, എന്റെ മെയ്ബലം നിഷ്ഫലം, എന്റെ മനോധൈര്യം നിഷ്ഫലം, എന്റെ ബുദ്ധിവൈഭവം ഒന്നിനും കൊള്ളില്ല. ഞാനിതാ തകർന്ന് തരിപ്പണമായി നിൽക്കാൻ വയ്യ, ഇരിക്കണു. ഇതാണ് അർജുനന്റെ സ്ഥിതി. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോ നിഹിതം ഗുഹായാം. ഈ അണുവിനേക്കാൾ ആണവികമായി, മഹത്തിനേക്കാൾ മഹത്തായിരിക്കുന്ന ആ ഉൾ പ്രഭാവം, ഉൾ സത്ത, ഉൾ ആത്മാ, ഉൾ ഉണർവ്
അതിനെ തേടിയാണ് ആ നമ്പൂതിരിക്കുട്ടൻ വിധവയായ അമ്മയെ വിട്ട് കാൽനടയായി 1000-ങ്ങളോളം ബഹുശതം കിലോമീറ്റർ സഞ്ചരിച്ച് നർമ്മദാ നദീതീരത്തിൽ എത്തിയത് കൂട്ടരെ. ഇതാണ് ഭാരതം, ഇതാണ് നമ്മുടെ സംസ്കാരം. ഈ ലോകത്തിൽ നിന്ന് ഒരു പൂച്ചും നമുക്ക് കിട്ടാനില്ല. വയ്ക്കോ തുരുമ്പിനേക്കാളും കൊള്ളരുതാത്തതായത്. നമ്മളെ ഈശ്വരൻ മനുഷ്യനായി സൃഷ്ടിച്ചത് ഈ ലോകവസ്തുക്കളെ കണ്ട് മകിഴാനല്ല, ഉള്ളഴക് കണ്ട് അതിൽ അങ്ങനെ ആർത്ത് ഇരമ്പി ഊളിയിട്ട് കളിക്കാനാണ്. ആത്മാഹ്ലാദം തേടൂ, ആത്മ ആനന്ദം തേടൂ, അതിൽ ഊളയിടൂ, അതിൽ മുങ്ങി മുങ്ങി വിഹരിക്കൂ, എല്ലാവരെയും വിളിച്ച് പ്രദാനം ചെയ്യൂ. ഇതാ ഉൾസമ്പത്ത്, എല്ലാവരും അങ്ങോട്ട് തിരിയൂ. ഒരു വഴക്കുമില്ല, ഒരു വെക്കാണവുമില്ല, ഒരു കലശലുമില്ല, ഒന്നുമില്ല. ഉള്ളഴക്, ഉള്ളുണർവ്, ഉൾത്തികവ്, ഉൾമികവ്, ഉൾനിറവ്, ഇതാണ് നമുക്ക് ആവശ്യം. ആ ഉൾ വ്യക്തിത്വം സമ്പുഷ്ടമാകട്ടെ. അതിനുവേണ്ടി നതത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഃ തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. അർജുനൻ പൊലമ്പുണ്ടല്ലോ, നച ശ്രേയോനുപശ്യാമി, ഞാൻ ഇതിൽ ശ്രേയസ് കാണുന്നില്ല. എന്താണ് ഈ ശ്രേയസ്? ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഃ. ഞങ്ങളുടെ ആശ്രമത്തിലെ ദീപാരാധന ചെറിയ തോതിലൊന്ന് നടത്തും. ആ നടത്തുന്ന സമയത്ത് ചൊല്ലുന്ന ശ്ലോകമാണിത്. ഉപനിഷദ് വാക്യങ്ങളാണ്. നമ്മൾ കാണിക്കുന്നത് കർപ്പൂരം കൊണ്ടുള്ള ഒരു നാളമാണ്. അത് ഭഗവാന്റെ മുൻപിൽ ഇങ്ങനെ കാണിക്കുക. അപ്പൊ ചൊല്ലുന്ന ശ്ലോകം എന്താ? ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഃ. ഞങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള കല്ല് വെച്ചിട്ടുള്ള ആ പടമുണ്ടല്ലോ, അത് സർവവ്യാപകമായ ഒരു ചിത് പ്രകാശമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എങ്ങും നിറഞ്ഞിരിക്കുന്ന ചിത് പ്രകാശമാണ്. ചിത് പ്രകാശം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമല്ല, ചന്ദ്രപ്രകാശമല്ല, അഗ്നിപ്രകാശമല്ല, മിന്നാമിനുങ്ങ് പ്രകാശമല്ല, ഇടിമിന്നലല്ല. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം. ആ പ്രകാശത്തെ വെളിപ്പെടുത്താൻ സൂര്യകിരണങ്ങൾ അശക്തമാണ്, ചന്ദ്ര നക്ഷത്ര കിരണങ്ങളും അശക്തമാണ്. നേമാ വിദ്യുതോ ഭാന്തി, പൊടുന്നനെ ഉണ്ടാവുന്ന കടും പ്രകാശം, ആ ഇടിമിന്നലുണ്ടല്ലോ, അതിനെ പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല. ഈ പ്രകാശങ്ങളൊക്കെ കണ്ണിന് മുൻപിൽ പുറം വസ്തുക്കളെ കാണിച്ചു തരാനുള്ളതാണ്. ഈ പ്രഭാവമാട്ടെ ഉൾപ്രഭാവം, അതിനെ പ്രകാശിപ്പിക്കാൻ ഇതൊന്നും സാധിക്കില്ല. കുതോയമഗ്നിഃ, ഞാൻ കാണിക്കുന്ന ഈ കർപ്പൂര ദീപമുണ്ടല്ലോ, അതിനുണ്ടോ സാധിക്കുന്നു അങ്ങയുടെ ഉൾപ്രഭാവം കാണിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദീപാരാധന നടത്തുന്നത്. അതിലും ഉപനിഷത്ത് മന്ത്രങ്ങളാണ് നമ്മുടെ മുദ്രാവാക്യങ്ങളും മുഖമുദ്രകളും. തമേവ ഭാന്തമനുഭാതി സർവം. ആ ഉൾപ്രകാശം പ്രകാശിക്കുമ്പോൾ മാത്രമേ ഈ പുറം കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഉണർന്നിരിക്കണം. ആ ഉണർവിൽ മനസ്സ് ആക്റ്റീവ് ആവണം, വൈബ്രന്റ് ആവണം, ഇന്റലിജൻസും ഉണർന്നിരിക്കണം. അപ്പോഴേ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുള്ളൂ. ഉറങ്ങിക്കിടക്കുന്ന ഒരുത്തന്റെ കണ്ണിന്റെ പോള പതുക്കെ അനക്കി തുറന്ന് അതിന്റെ മുൻപിൽ ഒരു റോസപ്പൂവ് കാണിച്ചു കൊടുത്ത് അവസാനം അതെടുത്ത് കൺപോള വിട്ട് പിറ്റേ ദിവസം ചോദിച്ചാൽ അയാൾ കണ്ടൂന്നോ കണ്ടില്ലാന്നോ എന്താ പറയാ? എന്തേ കണ്ണു തുറന്നില്ലേ, കാണിച്ചു കൊടുത്തില്ലേ, പിന്നെ എന്തേ കാണാത്തെ? കാണേണ്ട ആളവിടെ ഇല്ലേ? തമേവ ഭാന്തം അനുഭാതി സർവം. അത് ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ മാത്രമേ ഈ പുറം പ്രകാശങ്ങൾ നമുക്ക് ദൃശ്യമാവുള്ളൂ. തസ്യ ഭാസ സർവമിദം വിഭാതി. അതിന്റെ പരമപ്രകാശത്തിന്റെ പിന്നില്, ആ വെളിച്ചത്തിന്റെ മുൻപിൽ, ആ വെളിച്ചത്തിൽ മാത്രമേ സർവമിദം വിഭാതി. നമ്മുടെ ശരീരമടക്കം, പഞ്ചഭൂതങ്ങളടക്കം, സൂര്യചന്ദ്രാദി ഗോളങ്ങളടക്കം എല്ലാം തന്നെ പ്രകാശിക്കണമെങ്കിൽ, നിങ്ങളുടെ മുൻപിലുള്ള ഭഗവത് വിഗ്രഹം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഉൾപ്രകാശം മുമ്പുണ്ടാവണം.
അപ്പൊ ഏത് ഫസ്റ്റ് ഏത് സെക്കൻഡ് എന്ന് പറയൂ? ഞാനുണ്ടെങ്കിലേ എനിക്ക് എന്തുമുള്ളൂ, ഞാനുണ്ടെങ്കിലേ എൻ്റെ ഈശ്വരനുള്ളൂ, ഞാനുണ്ടെങ്കിലേ എനിക്ക് ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ, ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ താനാണ് മുമ്പ്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനസ്സാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമഃ. എഴുത്തച്ഛൻ പാടിക്കോട്ടെ പൊക്കോട്ടെ, ഞങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് ഞങ്ങളുടെ സോഫ സെറ്റും എയർ കണ്ടീഷനും വിസ്താരത്തിലുള്ള TV സ്ക്രീനും അത് മതി. ഇതൊക്കെ അവിടെ കിടക്കട്ടെ. ഒന്ന് ആലോചിക്കും കൂട്ടരെ. നിങ്ങളോട് ഞാൻ എല്ലാം വിട്ട് ഓടണം എന്ന് പറയുന്നില്ല. അവനവന്റെ ഉള്ളിലുള്ള ആ ഉള്ളഴകിനെ കുറിച്ച് ഇടയ്ക്കെങ്കിലും ഒന്ന് ആലോചിക്കണം എന്നേ പറയുന്നുള്ളൂ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനസ്സാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഓരോ നാരായണ പറയുമ്പോഴും എന്താ വേണ്ടേ? പുറത്തേക്ക് ഓടി വൈകുണ്ഠത്തിൽ ചാടിക്കയറണോ തിക്കി തിരക്കി? അതോ ഉള്ളിലേക്ക് കിടന്ന ഉള്ളറകളെ തുറന്ന് ആ ഉള്ളന്തരാത്മാവിന്റെ അടുക്കിലേക്ക് ചെല്ലണോന്ന് പറഞ്ഞ് ചുണ്ടിന് അനക്കം കുറയണം. വാൽമീകി മഹർഷി രത്നാകരൻ എന്ത് ചെയ്തു? പാവം ഒന്നും അറിയില്ല. രാമ 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 രാമ. ജപത്തിന്റെ ശബ്ദം കുറഞ്ഞു, സ്പീഡ് കുറഞ്ഞു, ചുണ്ട് മാത്രം അനങ്ങി, അതും നിന്നു. നിശബ്ദം. ഉള്ളിൽ മുങ്ങി, ഉള്ളിൽ അലിഞ്ഞു. കണ്ണു തുറന്നു നോക്കിയപ്പോ പഴയ കാലത്തെ ചെടികളായിരുന്ന ചെടികൾ മുഴുവൻ പടുകൂറ്റൻ വൃക്ഷങ്ങളായിരിക്കുന്നു. അപ്പോഴാ മനസ്സിലായത് ഞാൻ കണ്ണടച്ചിരുന്ന് ഇക്കണ്ട കാലം കഴിഞ്ഞു എന്ന്. പുറ്റുവരെ വന്ന് മൂടി. എന്തു ചെയ്തു അദ്ദേഹം? എവിടെ പോയി പഠിച്ചു? ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹം എഴുതിയതോ 24,000 ശ്ലോകങ്ങൾ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. കോകിലത്തെ പോലെ പാടിയത്രേ. എന്താ അദ്ദേഹത്തിന്റെ പാട്ടിൽ സാരം? കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം. 2 അക്ഷരം. രാമ 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 രാമ. രമിപ്പിക്കുന്നത്, ആഹ്ലാദിപ്പിക്കുന്നത്, ആനന്ദിപ്പിക്കുന്നത്, കുളിർപ്പിക്കുന്നത്, ഉള്ളഴക് വർദ്ധിപ്പിക്കുന്നത്, ആനന്ദം രചിക്കുന്നത്, ഉള്ളിൽ മുക്കുന്നത്, ഉള്ളിൽ വിഹരിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് രാമശബ്ദത്തിന് അർത്ഥം. എന്താ അത് വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. ഞാൻ വീട്ടിലേക്ക് വരാൻ ഒന്ന് കാണിച്ചു തരും. രാമമായിട്ടോ രമ്യമായിട്ടോ അവിടെ എന്തുണ്ടെന്ന് എനിക്കൊന്ന് കാണണം. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഃ തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. ഉപനിഷത്തിലെ വാക്യങ്ങളാണ്. എന്തിനാ ഞാനിതൊക്കെ പറയുന്നത്? നച ശ്രേയോനുപശ്യാമി എന്നൊരു വാക്ക് പറയുക. തൻ്റെ കയ്യിലുള്ള ബലം മുഴുവനും പോയി. ഭൗതിക നേട്ടം സൂചിപ്പിക്കുന്ന ഗാണ്ഡീവവും താഴത്ത് വീണു. എടുക്കാനുള്ള ശക്തിയില്ല. ഈ ഗതികേട് വന്നു. അതിന്റെ കാരണം എന്താ? അർജുനന്റെ ജീവിതം ഐന്ദ്രിയതലം, ഭൗതികതലം, മനസ്ഥലം, ബുദ്ധിതലം, ഈ 4 മാത്രമായിട്ട് നിന്നു. അവിടുന്ന് അങ്ങോട്ട് താഴത്ത് ഇറങ്ങിച്ചെന്ന് കയ്യിലാക്കേണ്ട ഒരു ആത്മതലമുണ്ടപ്പാ. അതിനെപ്പറ്റി ആലോചിച്ചില്ല, പറഞ്ഞില്ല. അങ്ങനെ വരുന്നവർക്ക് എല്ലാവർക്കും വരുന്ന അവശതയാണ് ലോകത്തിൽ. അത് മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ എത്ര പഠിച്ചോളൂ, എത്ര സമ്പാദിച്ചോളൂ, എത്ര വീട് വേണമെങ്കിൽ കെട്ടിക്കോളൂ, എത്ര സ്വർണം വേണമെങ്കിൽ കരുതിക്കോളൂ, തപസ് എന്നുള്ള പേരിൽ ഒരിക്കലും പട്ടിയുമായിട്ട് കുറെ കഴിഞ്ഞോളൂ. പക്ഷെ ആ ഉള്ളിലുള്ള വൈഭവത്തെക്കുറിച്ച് കുറച്ചെങ്കിലും ചിന്തിച്ച് ആലോചിച്ച് തത്വവിചാരം ചെയ്ത്
കുറെ മനനം ചെയ്ത് ധ്യാനിച്ച് ആ നിധിധ്യാസനത്തിലൂടെ കുറച്ചെങ്കിലും സാക്ഷാത്കാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകാൻ പോകുന്നില്ല. നമ്മളെ പൂർണ്ണമാക്കാനുള്ള സമ്പത്ത് നമ്മുടെ ഉള്ളിലാണ്, പുറത്തല്ല, പുറത്തല്ല, പുറത്തല്ല. മനുഷ്യജന്മം പട്ടിയെയും പൂച്ചയെയും ചെന്നായെയും ആനയും പോലെ തിന്ന് മുടിക്കാനുള്ളതല്ല. ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥതമനിത്യമഭീഹധീരഃ തൂർണം യദേതനപദേത് അനുമൃത്യുയാവത് നിശ്രേയസായ വിഷയഃഖലു സർവദാ സ്യാത്. കൃഷ്ണൻ തന്നെ ഉദ്ധവനെ ഉപദേശിച്ച എല്ലാവരോടും കൂടി പറയുകയാണ്, ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ. അനവധി ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അത് കിട്ടിയതിന് ശേഷം മാനുഷ്യമർത്ഥതമനിത്യമഭീഹധീരഃ, മറ്റെല്ലാ ജന്മങ്ങളെപ്പോലെ ജന്തുക്കളെപ്പോലെ നമ്മുടെ ശരീരവും മനുഷ്യജന്മവും അസ്ഥിരമാണ്, അത് നശ്വരമാണ്. അങ്ങനെയാണെങ്കിലും അതിനുള്ള ഒരു വിശേഷം, നമ്മുടെ ജീവിത ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും മരണത്തിന് മുൻപ്, ശരീരം വീഴുന്നതിന് മുൻപ്. മാനുഷ്യമർത്ഥതം അനിത്യമഭീഹധീരഃ, അത് അനിത്യമാണെങ്കിലും അർത്ഥതമാണ്. ജീവിതത്തിലെ പരമപുരുഷാർത്ഥം എന്ന് പറയുന്ന നിത്യസുഖം നമുക്ക് നേടാൻ സാധിക്കും. തൂർണം യദേതനപദേത് അനുമൃത്യുയാവത്. അതുകൊണ്ട് മനുഷ്യജന്മം കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്തു വേണം? എത്രയും വേഗം തൂർണം യദേത പരിശ്രമിക്കണം. നപദേത് അനുമൃത്യുയാവത്, മരണത്തിന് വിധേയമാകരുത്, മരണം വരെ കാത്തിരിക്കരുത്. ആന ചാവുന്ന മാതിരി, പട്ടി ചാവുന്ന മാതിരി, പൂച്ച ചാവുന്ന മാതിരി മിസ്റ്റർ മനുഷ്യനും മിസ്സിസ് മനുഷ്യനും പറയൂ, എന്താ ഇത്ര പേടി പറയാൻ? കണ്ടോ, ഒരൊറ്റ ആളുടെ നാവ് പേരിനില്ല. തീ എന്ന് പറഞ്ഞാൽ നാവ് ചുടുവോ? അപ്പൊ മരിക്കും എന്ന് പറഞ്ഞാൽ മരിക്കുവോ? അപ്പൊ എന്ത് വരും നമുക്ക്? അവസാനം എന്താ വരിക? കണ്ടോ, മിണ്ടണില്ല. നിങ്ങളോട് ഞാൻ സംസാരിക്കാണ്ടിരിക്കാന്നല്ലേ? നിങ്ങൾക്ക് തുറന്ന് പറയാൻ എന്താ? ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ ഒന്ന് ഉറക്കം പറയും. അത് മനസ്സിലാവട്ടെ, അറിയട്ടെ. തൂർണം യദേതനപദേത് അനുമൃത്യുയാവത്, മരണത്തിന്റെ പിന്നാലെ പോവരുത്. നിശ്രേയസായ വിഷയഃഖലു സർവദാ സ്യാത്, നിശ്രേയസത്തിന് വേണ്ടി, ശ്രേയസിന് വേണ്ടി പരിശ്രമിക്കണം. ബാക്കിയെല്ലാം മറ്റെല്ലാ ജന്മങ്ങളിലും സുലഭമായിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തിന്നണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ, ആനയായിട്ട് ജനിക്കണേ. ധാരാളം വാരിക്കോരി തിന്നാലോ, എത്ര വേണമെങ്കിൽ. വലിയ പിണ്ടം തലയിൽ കയറ്റി കൊണ്ടുപോകണം, അങ്ങനെ ഇടും ചെയ്യാം. അപ്പൊ ആനയായിട്ട് ജനിച്ചാൽ സമൃദ്ധമായിട്ട് ഉണ്ണാം, അതാ നല്ലത്. മനുഷ്യജന്മം അതിനു വേണ്ടിയിട്ടല്ലപ്പാ. നമുക്ക് ആവശ്യത്തിന് പോഷകം വേണം, ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? മനസ്സും ബുദ്ധിയും ഉജ്ജ്വലമായി പ്രയത്നിക്കാൻ. അതിനാണ് നമുക്കെല്ലാം. അത് കൃഷ്ണൻ തന്നെ പറയുന്നു, ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ മൃതം. ആത്മനാ വിന്ദതേ വീര്യം, ആത്മാവിൽ നിന്ന് മാത്രമേ വീര്യം നമുക്ക് കിട്ടുള്ളൂ. അറിവ് കൊണ്ട് മാത്രമേ അമൃതത്വം കിട്ടുള്ളൂ. ഇതൊക്കെ ഉപനിഷത്തിലെ പ്രഖ്യാപനങ്ങളാണ്. ഈ പ്രഖ്യാപനങ്ങളെ തേടിയാണ് നമ്മുടെ നമ്പൂരി ഉണ്ണി ശങ്കരൻ ഗോവിന്ദപാദന്റെ അടുക്കിലേക്ക് ചെന്നത്. ആ ആത്മവിദ്യ അവിടെ പറയുന്നത് എന്താ? വിദ്യയാ വിന്ദതേ അമൃതം. ഞാൻ പറഞ്ഞതെന്താ? ശരീരം ജനിച്ചു, വളർന്നു, ക്ഷയിക്കും, അവസാനം മരിക്കും. പക്ഷേ ഈ ജനനവും മരണവും ശരീരത്തിന് മാത്രമുള്ളതാണ്. ആ ശരീരത്തിൽ അധിവസിക്കുന്ന നാം ശരീരമല്ല, ശരീരിയാണ്. ആ ശരീരിക്ക് ജനനവുമില്ല, മരണവുമില്ല. അതുകൊണ്ട് ഞാൻ അമരനാണെന്ന് ശരീരം വിടുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ആത്മവിദ്യയാണ്, ബ്രഹ്മവിദ്യയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉപനിഷത്ത് പറയുന്നത് ബ്രഹ്മവിദ് ആപ്നോതി പരം എന്ന്. ബ്രഹ്മത്തെ അറിയുന്നവൻ അങ്ങേ അറ്റത്തെ നേട്ടം കൈക്കലാക്കുന്നു. കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുകയാണ്, കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ 3-ാം അധ്യായത്തിൽ, ഇന്ദ്രിയാണി പരാണ്യാഹു
ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേഃ പരതസ്തു സഹ. നമ്മുടെ ജീവിതം മുഴുവനും ഒരു വ്യവഹാരമാണ്, സമ്പർക്കമാണ്. ആർ തമ്മിൽ? വ്യക്തിയും വ്യക്തിയല്ലാത്ത ലോകവും ലോകവസ്തുക്കളും തമ്മിൽ സ്ഥിരം നടക്കുന്ന സമ്പർക്കമാണ്. കാലത്ത് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ, ആ എണീക്കണു എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങിക്കിടക്കുന്ന കണ്ണ് അങ്ങോട്ട് നിവർന്നു, ഉണർന്നു. ആദ്യം കാണുന്നത് നമ്മുടെ റൂഫ, അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ചുമര്, പിന്നെ കട്ടില്, അത് കഴിഞ്ഞാൽ നിലം, പിന്നെ ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ അവിടെയുള്ള സാമഗ്രികൾ. ആ നിമിഷം മുതൽക്ക് രാത്രി കിടന്നുറങ്ങുന്നത് വരെ നമുക്ക് നടക്കുന്നത് സമ്പർക്കം, സമ്പർക്കം, ഇന്ററാക്ഷൻസ് വിത്ത് ദ വേൾഡ് ആൻഡ് ദി ഓബ്ജക്ട്സ് ഓഫ് ദ വേൾഡ്. ജീവിതം എന്ന് പറയുന്നത് അതാണ്. ആ സമ്പർക്കത്തിൽ നമ്മുടെ മനസ്സിലുള്ള വിചാരം എന്താ? ഞാൻ വളരെ തുച്ഛൻ, സാമാന്യൻ, എന്റെ ചുറ്റുമുള്ള ലോകം വളരെ ബൃഹത്ത്, ആകർഷകം, രമ്യം, അഭിലഷണീയം എന്നൊക്കെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? അത് ശരിയല്ല. സമ്പർക്കാത്മകമായ ജീവിതത്തിൽ ഇന്ദ്രിയാണി പരാണ്യാഹുഹു, ഈ സമ്പർക്കം നടത്തുന്നത് മുഴുവനും നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു, കണ്ണില്ലെങ്കിൽ കാഴ്ചയില്ല. ലോകം മുഴുവനും ഇരുട്ടായിരിക്കും, നമുക്ക് കാഴ്ച തെളിച്ചം എന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ കാഴ്ചകൾക്കെല്ലാം കാരണം പുറം വസ്തുക്കളോ അതോ നമ്മുടെ കണ്ണോ? എന്താ ഇവരും മിണ്ടാണ്ടിരിക്കണേ? അല്ല, നിങ്ങൾ കേൾക്കണില്ലയോ? എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു മറുപടി പറഞ്ഞാൽ എന്താ? നമ്മുടെ കാഴ്ചകളെല്ലാം തുടങ്ങുന്നതും നിലനിൽക്കുന്നതും അവസാനിക്കുന്നതും എല്ലാം നമ്മുടെ കണ്ണിലോ അതോ പുറം വസ്തുക്കളിലോ? അപ്പൊ കണ്ണല്ലേ വസ്തുക്കളേക്കാൾ മേലെ? ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ കണ്ണു തുറന്നാലേ കാണുള്ളൂ. നിങ്ങളെ കാണണ്ടെങ്കിലോ? കണ്ണടച്ചു, നിങ്ങളൊക്കെ എവിടെ പോയി എനിക്കറിയില്ല. സ്വാമിജി ഞങ്ങളെ ഒന്ന് നോക്കൂ, നോക്കില്ല. ഒന്ന് നോക്കൂ, ഞങ്ങൾ ഇത്രയധികം ആൾക്കാരുണ്ട് ഇവിടെ, ആകാംക്ഷയോട് കൂടി വന്നിരിക്കണു, ഒന്ന് നോക്കൂ സ്വാമിജി. ആ, അപ്പൊ ഈ കാഴ്ച എന്റെ അധീനമോ നിങ്ങൾക്ക് അധീനമോ? ലോകത്തെ നാം കാണുന്നത് ലോകത്തിന് അധീനമാണോ നമ്മുടെ കാഴ്ച, അതോ നമുക്ക് അധീനമോ? ഉറച്ചോ? നിങ്ങളെ വിശ്വസിക്കാമോ? അതാണ് പറയണത് ഇന്ദ്രിയാണി പരാണ്യാഹുഹു. ഇന്ദ്രിയവും ലോകവസ്തുക്കളും കൂടി നടക്കുന്ന സമ്പർക്കത്തിൽ ഇന്ദ്രിയങ്ങൾക്കാണ് മുൻതൂക്കം, അതിനാണ് മികവ്, അതാണ് ശ്രേഷ്ഠം, അതാണ് ശക്തിമത്ത്. ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ മനസ്സ് വേണം. മനസ്സുണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുള്ളൂ. കാണുന്ന കാഴ്ച രജിസ്റ്റർ ചെയ്യണത്, അതിൻ്റെ പതിപ്പുണ്ടാവുന്നത് മനസ്ഥലത്തിലാണ്. മനസ്സാണ് കണ്ണ് തുറപ്പിക്കുന്നതും കാണുന്നതും. അപ്പൊ മനസ്സാണ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠം. ഇന്ദ്രിയാണി പരാണ്യാഹുഹു ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ. മനസ്സിനെ ദിശ കാണിച്ചു കൊടുത്ത് വേണ്ടതുപോലെ പ്രവർത്തിപ്പിക്കുന്നതും നയിക്കുന്നതും ബുദ്ധിയാണ്. അതുകൊണ്ട് ബുദ്ധിയാണ് മനസ്സിനേക്കാൾ ശ്രേഷ്ഠം. യോ ബുദ്ധേഃ പരതസ്തു സഹ. ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായി മികച്ച ഒന്നുണ്ട്, അതിനെയാണ് ഞാൻ താൻ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പരമാത്മപ്രകാശം. കേട്ടോ നിങ്ങള്? എന്നാ മറുപടി പറയൂ. ഈ ലോകത്തിൽ ധാരാളം വസ്തുക്കളുണ്ട്, പഞ്ചഭൂതങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നാമുണ്ട്, ഒരു വ്യക്തി. ആ വ്യക്തിയുടെ കയ്യിലുള്ള ശരീരമടക്കം, ഇന്ദ്രിയങ്ങളടക്കം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അവസാനം അന്തരാത്മ, ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ നാലും ലോകത്തേക്കാൾ മേലെയോ അതോ താഴെയോ? പിന്നെ നിങ്ങൾക്ക് എന്താ കുറവ്? പിന്നെ എന്താ ഈ ഒരൽ നക്കി പട്ടിയ മാതിരി പോണെങ്ങനെ ഈ ലോകത്തിന്റെ പിന്നാലെ? അങ്ങോട്ട് പറഞ്ഞിരുന്നൂടെ, ഞാനാണ് മേലെ, ഞാനാണ് മേലെ. ഈ ലോകത്തിലുള്ള എന്തു വസ്തുവും എനിക്ക് കീഴേ ഉള്ളൂ. ഞാൻ ഈ ലോകത്തിന്റെ യജമാനനായി, മാസ്റ്ററായി ജീവിക്കും. ഇതിന്റെ സെർവന്റായി, അടിമയായി ജീവിക്കില്ല. ഇന്ദ്രിയ തലം മുതൽക്ക് ആത്മതലം വരെ എല്ലാം തന്നെ ഈ ലോകവസ്തുക്കൾക്ക് മീതെ മീതെ മീതെ. അതിനാണ് മികവ്, മികവ്, മികവ്. എനിക്ക് എന്താണ് അടിമത്തം? ഇന്ദ്രിയാണി പരാണ്യാഹുഹു. ഇന്ദ്രിയങ്ങളാണ് പരം ശ്രേഷ്ഠം ലോകവസ്തുക്കളേക്കാൾ. ഇന്ദ്രിയേഭ്യഃ പരം മനഃ. ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്. മനസസ്തു പരാ ബുദ്ധിഃ. മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. യോ ബുദ്ധേഃ പരതസ്തു സഹ. ആ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ്
നാം ഈ പറയുന്ന ദൈവം, ഈശ്വരൻ, അന്തരാത്മാ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പൂർണ്ണ മികച്ച വ്യക്തിത്വത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ഏഴകളാകണമോ അതോ പ്രഭുക്കളാകണമോ? അതാണ് വസിഷ്ഠൻ ശ്രീരാമനോട് പറയണത്. മഹാഭോക്ത മഹാകർത്ത, live in this world, my dear Rama, as a magnificent and potent performer, as a magnificent enjoyer, and a magnificent and exceedingly beautiful sufferer. എന്ത് വേണമെങ്കിൽ കഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കും. എന്ത് വേണമെങ്കിൽ നേടാനും നമുക്ക് സാധിക്കും. അങ്ങനെ എത്ര വലിയ സുഖവും എത്ര വലിയ ദുഃഖവും ഒരുപോലെ സഹിക്കാൻ ത്രാണിയുള്ളതാണ് നമ്മുടെ മനസ്സ്. ഈ സുഖദുഃഖങ്ങളെ കവച്ചു വെച്ച് മേപ്പെട്ടു പോവാനും നമ്മളെ കൊണ്ട് സാധിക്കും. പരം പൗരുഷമാശ്രിത്യ നീത്വാ ചിത്തമജിത്തതാം താം മഹാപദവീമേഹി യത്ര നാസി നചേതരത്. 16 വയസ്സുള്ള രാമനോട് വസിഷ്ഠൻ പറയണതാണ്. പരം പൗരുഷമാശ്രിത്യ, നിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ, ഇച്ഛാശക്തി. കൈ പൊക്കാൻ, വിരൽ മടക്കാൻ, കുമ്പിടാൻ, നടക്കാൻ, ഓടാൻ, മലമൂത്ര വിസർജനങ്ങൾ ചെയ്യാൻ, ഊണ് കഴിക്കാൻ, എഴുതാൻ, പറയാൻ, വായിക്കാൻ, ചിന്തിക്കാൻ, ആലോചിക്കാൻ, കണ്ടുപിടിക്കാൻ, മത്സരിക്കാൻ, ജയിക്കാൻ, തോൽക്കാൻ, ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നമ്മുടെ കയ്യിലുള്ള ഇച്ഛാശക്തിയാണ്. പൗരുഷം എന്നാണ് ഇതിന് പേര്. ആ പൗരുഷത്തിന്റെ പരമാവധി ഉപയോഗിച്ച് രാമ നീ എന്തു വേണം? പരം പൗരുഷമാശ്രിത്യ നീത്വാ ചിത്തം അജിത്തതാം, നിന്റെ മനസ്സിനെ നയിച്ചു കൊണ്ടുപോ. എവിടം വരെ? മനസ്സും മനനവും ഇല്ലാതെ ആകുന്നത് വരെ. രത്നാകരന് സംഭവിച്ചത് അതല്ലേ? രാമരാമ എന്ന് ജപിച്ചതൊരു ശബ്ദമാണ്. ആ ശബ്ദത്തിന് കനം കുറഞ്ഞു, ചുണ്ടുമാത്രം അനങ്ങി, അതും നിന്നു. അവസാനം അടിത്തട്ടിൽ അമർന്നു കഴിഞ്ഞു കൊല്ലങ്ങളോളം. എണീറ്റ് വന്നപ്പോ രത്നാകരനല്ല, വാൽമീകി മഹർഷി. ആരാ പഠിപ്പിച്ചേ? അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വൈഭവത്തിന്റെ പരിമാണം എത്ര ഒന്ന് ആലോചിച്ചു നോക്കൂ. പരം പൗരുഷമാശ്രിത്യ നീത്വാ ചിത്തം അജിത്തതാം, ആ മനസ്സിനെ തന്നെ ഇല്ലാതെ ആക്കുന്ന ആ ഉന്മനീഭാവം, നിശ്ചല മനസ്സ്, അത് വരുന്നത് വരെ അങ്ങോട്ട് പരിശ്രമിച്ചോളൂ. താം മഹാപദവീമേഹി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതോ എനിക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ എന്നുണ്ടോ? താം മഹാപദവീമേഹി, ആ അത്യുന്നതമായിരിക്കുന്ന പദത്തിലേക്ക് അങ്ങോട്ട് കയറൂ, അത് പ്രാപിക്കൂ. എത്ര നാസി നചേതരത്, എവിടെയാണോ നീ വിട്ട് മറ്റൊന്നും ഇല്ലാതെയായിത്തീരുന്നത്, ഞാൻ, നീ, അവൻ, അവൾ, ഇത്, അത് എന്നിങ്ങനെയുള്ള ഭേദബുദ്ധിയോ ഭേദബുദ്ധിക്കുള്ള സ്ഥാനമോ ഇല്ലാതെ എല്ലാം ഒന്നായിത്തീരുന്ന ഒരു നില. യാതൊന്നു കാൺകിലതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കിലതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്കിലതു നാരായണ അർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമഃ. കേട്ടിട്ടുണ്ടല്ലേ? അതൊക്കെ ഷെൽഫിലുണ്ട് അവിടെ. അതൊന്നും നമ്മൾ പൂജ ചെയ്യുന്നിടത്തേക്ക് വരില്ല. നമുക്ക് തന്നെ മതി. എപ്പോഴാ നിങ്ങളുടെ പൂജ കൈവിരലിന്റെ തുമ്പത്തുനിന്ന് ഉയർന്ന് അത് നാവിലേക്കും, നാവിനെ വിട്ട് മനസ്സിലേക്കും, മനസ്സ് വിട്ട് ബുദ്ധിയിലേക്കും, ബുദ്ധിയെ വിട്ട് അന്തരാത്മാ തലത്തിലേക്കും എപ്പോഴാണ് എത്താൻ പോണേ? ആലോചിച്ചോളൂ. നമുക്ക് അറിവില്ലാത്ത കുറവില്ല, അറിവ് വെളിപ്പെടുത്തുന്ന ശാസ്ത്രങ്ങളുടെ അഭാവമില്ല. ഇടയ്ക്കിടയ്ക്കെങ്കിലും അപൂർവം ചില മഹാത്മാക്കൾ അത് വിവരിച്ചു തരുന്ന സന്ദർഭങ്ങളുമില്ല. പിന്നെ എവിടെയാ ഈ കുറവ്? മനുഷ്യന്റെ മൊരടൻ സ്വഭാവം, ഒരു മൊരടത്തം നമ്മുടെ കയ്യിലുണ്ട്. എന്ത്? ഞാൻ കണ്ടതൊക്കെ വിശ്വസിക്കുള്ളൂ, ആ പട്ടി എല്ല് നക്കിയ മാതിരി എന്നെ മതി, ഞങ്ങളൊക്കെ ദുർബലരാണ് സ്വാമി, ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ. ഈ അപകർഷതാബോധമാണ് മനുഷ്യനുള്ളത്. നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമാണിത്. ആ സംസ്കാരത്തിന്റെ പ്രതീകമാണ് 5151 കൊല്ലം മുൻപ് നടന്നതും എഴുതി വെച്ചതുമായ ഈ മഹാഭാരത ചരിത്രം. അതിൽ യുദ്ധത്തിനെ പറ്റി നാം അധികം അത്ര ബോധർ ചെയ്യാറില്ല, മനസ്സിൽ ചിന്തിക്കാറില്ല. പക്ഷേ ഭഗവത്ഗീത ലോകം മുഴുവനും വ്യാപിച്ച് പ്രസരിക്കുന്നതായ ഒരു മഹാ ജീവിത ഗ്രന്ഥമായി തീർന്നിരിക്കുന്നു.
എത്ര ഭാഷകളിലേക്കാണ് ഇത് തർജ്ജമ ചെയ്തിരിക്കണേന്ന് അറിയാമോ നിങ്ങൾക്ക്? ആദ്യമായി ഇതിനൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടാക്കി തീർത്തത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അത് ഉണ്ടാക്കി തീർത്തു. അദ്ദേഹത്തിനെ ഭരിക്കാൻ വേണ്ടി അയച്ചതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം. അതിന്റെ ചെലവ് പ്രകൃത്യ ഭരിക്കുന്ന സർക്കാരിന്റെ പേരിൽ എഴുതി വെച്ചു. അതറിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞു, എടോ തന്നെ അവിടെ പറഞ്ഞയച്ചത് ഇന്ത്യക്കാരെ ഭരിച്ച് പണം ഇങ്ങടെ അയക്കാനാ, അവരുടെ ഭഗവത്ഗീത തർജ്ജമ ചെയ്യിച്ച് അതിന്റെ പണം ചെലവെഴുതാനല്ല ബ്രിട്ടീഷ് സർക്കാരിലേക്ക് എന്ന് പറഞ്ഞ് ശിക്ഷിച്ചു അദ്ദേഹത്തെ. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിനെ വിമർശിക്കാൻ വേണ്ടി ഒരു ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് നടന്നു. ആ സമയത്ത് മുഴുവനും അദ്ദേഹത്തിന് താങ്ങും തണലുമായി, സ്ഥിരബുദ്ധിയായി, സ്ഥിരോത്സാഹത്തിന് നാശം വരാതെ നോക്കിയത് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന കൊച്ചു ജീവിത പുസ്തക ശാസ്ത്രമാണ്. നിങ്ങൾ വായിക്കാത്തത് കൊണ്ട് ഭഗവത്ഗീതയുടെ മഹിമ ഇല്ലാതെയാകാൻ പോകുന്നില്ല. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ വായിച്ചോ വായിച്ചില്ലേ, അഗ്നി ജ്വലിക്കും, അതിന് പ്രകാശമാണ്, അതിന് ചൂടാണ്. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ അഗ്നിക്ക് ചൂടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അഗ്നി ചൂടാതെയാവോ? ഭഗവത്ഗീതയുടെ മഹത്വം വസ്തുതന്ത്രമാണ്, പുരുഷതന്ത്രമല്ല. അതിന്റെ ഉള്ളിലുള്ള അന്തസ്, സത്ത, അതാണ് അതിന് പ്രതാപം, അതിന് പ്രഭാവം, അതിന് മഹിമ, അതിന് മേന്മ. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാബുദ്ധി യോ ബുദ്ധേഃ പരതസ്തു സഹ. അർജുനന് ഈ മാതിരിയുള്ള കുഴക്കം വരാനുള്ള കാരണം എന്താ? അദ്ദേഹം രാജവംശത്തിൽ ജനിച്ചവനാണ്. ഉപായപ്പെട്ട വംശമല്ല. ആ വംശത്തിൽ ധാരാളം രാജർഷിമാരുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? രാജർഷിമാരുണ്ടായിരുന്നു. ആ രാജർഷിമാർക്കൊക്കെ ഈ പരമാത്മവിദ്യ മനസ്സിലായിരുന്നു അത്രേ. കൃഷ്ണൻ പറയാണ്, ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേനേഹമഹത യോഗോ നഷ്ടഃ പരന്തപ. അർജുനൻ ഇതിനു മുമ്പേ ഇത് മനസ്സിലാക്കേണ്ടതായിരുന്നു. മനസ്സിലാക്കിയില്ല. എന്താ കാരണം? നഷ്ടപ്പെട്ടു പോയി കയ്യിലുള്ള സമ്പത്ത്. അതേമാതിരി നിങ്ങൾക്ക് പലർക്കും ഇത് നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെ ഒന്നുണ്ടോ? ഈ ഭൂമാനന്ദ സ്വാമിജി ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒന്നുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കാൻ മെനക്കെടുന്നില്ല, അഭ്യസിക്കാൻ തുനിയുന്നില്ല. അമ്മാമ എന്നെ തല്ലണ്ട, ഞാൻ നേരെയാവില്ല എന്നാണ് നിങ്ങൾ പറയണത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്. അല്ലെങ്കിൽ അർജുനൻ ഇങ്ങനെയുള്ള ഗതികേട് യുദ്ധക്കളത്തിൽ വരുമായിരുന്നില്ല. എത്ര വിശേഷപ്പെട്ട കുലത്തിൽ ജനിച്ചവനാണ്. അപ്പുറത്ത് 4 സഹോദരന്മാരുണ്ട്. പഠിപ്പിച്ച ദ്രോണൻ അപ്പുറത്തുണ്ട്, ഭീഷ്മൻ അപ്പുറത്തുണ്ട്. അവർക്കൊന്നും വരാത്ത ദൗർബല്യം, അവശത, നപുംസകത്വം, പരാധീനത, പാരവശ്യം, അതാണ് അർജുനനെ പിടിച്ച് വിഴുങ്ങിയിരിക്കുന്നത്. അതിനുള്ള കാരണം എന്താ? ഭൗതികതലം, ദേഹതലം, ഇന്ദ്രിയതലം, മനസ്ഥലം, ബുദ്ധിതലം, ഈ 4 പ്ലെയിനിൽ മാത്രം ജീവിച്ച് ആ ആത്മതലത്തെ നെഗ്ലക്റ്റ് ചെയ്തതുകൊണ്ട്, അതിനെ തിരിഞ്ഞു നോക്കി പോഷിപ്പിക്കാൻ നോക്കാത്തത് കൊണ്ട് വന്ന ഗതികേടാണ്. ഇത്രയൊക്കെയാണ് അവിടെ പറയുന്നത്. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാസുഖാനി ച തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം സ്ത്യക്ത്വാ ധനാനി ച ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ. ഈ തകർച്ച വന്ന് അർജുനൻ ഇങ്ങനെ പുലമ്പാനുള്ള കാരണം ഈ ആത്മതലം ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ്. അത് ശ്രദ്ധിപ്പിക്കണം എന്നൊരു വിചാരം കൃഷ്ണനുണ്ടായിരുന്നു. അതിനൊരു അവസരം കൃഷ്ണന് കിട്ടി. ആ അവസരം ഭംഗിയായി ഒരുക്കി കൊടുത്തു പ്രകൃതി. തന്നെ സാരഥിയാക്കി പിടിച്ചു വെപ്പിച്ചു. സാരഥിയോട് പറഞ്ഞു, സാരഥി കൊണ്ടുപോയി നിർത്തി 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും അർജുനന്റെ തകർച്ച പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് കൃഷ്ണന് ഉദ്ദേശിച്ച വിത്ത് കുത്തിയിടാനുള്ളൊരു അവസരം കിട്ടിയത്. അർജുനന് പറയാനുള്ളത് കുറച്ചും കൂടിയുണ്ട്. സാധാരണ പ്രാപഞ്ചികന്മാര് ഒരു അകാല മരണമോ എന്തെങ്കിലും വീട്ടിൽ സംഭവിച്ചാൽ എന്തൊക്കെയാ അവര് കാട്ടിക്കൂട്ടുക? അയ്യോ, വിളക്ക് കത്തിക്കണതും കൂടി നിർത്തും അവര്. ഭഗവാന് ഇവരുടെ വിളക്ക് കത്തിച്ചാലേ ഭഗവാന് കണ്ണു കാണുള്ളൂ എന്ന് തോന്നും. എന്തൊക്കെയോ ലോകത്തിലെ എത്ര പേര് മരിക്കണു. നമ്മുടെ വീട്ടിലൊരു മരണം അപൂർവോ? ലോകത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പടയാളികൾ, അതിർത്തി സേന, എത്ര പേരവര് മരിച്ചു പോണു, എത്ര പോലീസുകാർ പോണു.
എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മുടെ വീട്ടിൽ മാത്രം ഒരാൾ മരിച്ചാൽ ഇതെന്താ? എറുമ്പിന് ഇറക്കാലി വെള്ളം സമുദ്രം. നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുള്ളത് മനസ്സിലാക്കൂ, വിശാലമായി ചിന്തിക്കൂ. ലോകം മുഴുവനും ഒന്നായി തീരട്ടെ. വസുധൈവ കുടുംബകം. എൻ്റെ വീട്ടിൽ വരുന്ന അനുഭവങ്ങൾ മാത്രമാകരുത് എനിക്കുള്ളത്. അയൽപക്കക്കാരുടെയും ദേശക്കാരുടെയും നാട്ടുകാരുടെയും ലോകത്തിൽ മുഴുവൻ പൂർവികന്മാർ എഴുതി വെച്ചതും എല്ലാം തന്നെ നമുക്ക് അനുഭവ സമ്പത്താണ്. ആ അനുഭവ സമ്പത്തിനെ അതേപോലെ കൈകാര്യം ചെയ്ത് ഉൾക്കൊള്ളാൻ നോക്കുന്നത് വരെ നിങ്ങളുടെ ഈ പൊട്ടക്കിണർ മനസ്സുണ്ടല്ലോ, അത് നേരെയാവാൻ പോണില്ല. എന്ന് പറഞ്ഞാൽ നേരെയാവരുത് എന്നല്ല ഞാൻ പറയണത്, നേരെ ആവണം. അതിനാണ് ഈ ശാസ്ത്രം വായിക്കുന്നതും കേൾക്കുന്നതും ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടത്തുന്നതുമൊക്കെ. അവിടെ വരിക, അതിൽ പങ്കുചേരുക, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഒപ്പം മനനം ചെയ്യുക, ആലോചിച്ച് അത് തൻ്റെ ഒരു അറിവ് സമ്പത്ത്, ഒരു ജ്ഞാനസമ്പത്താക്കി തീർത്ത് അതിനാൽ നയിക്കപ്പെട്ടു വേണം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മുമ്പോട്ട് പോകാൻ. അതിനുള്ള ഉണർവും ഊക്കും ഉത്സാഹവും ഉഗ്രതയും വീര്യവും നിങ്ങൾക്കുണ്ടാവട്ടെ. ഞാൻ മനസ്സാ എല്ലാവരെയും ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ഭഗവത്ഗീത വിവരണം അടിസ്ഥാന തത്വങ്ങളുണ്ടല്ലോ, അത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് തുടരാം. നമുക്ക് തൽക്കാലം നിർത്താം. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധു കന്യാപതേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്ര കരുണാപാരീണ ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ. ഹരി ഓ ഹരി ഓ ഹരി. എല്ലാവരും കൂടി കൈ കോർത്ത് മടിയിൽ വെച്ച് സാധാരണ നമ്മൾ എടുക്കുന്ന ആസനമെടുത്ത് എന്നോടുകൂടി എല്ലാവരും ചേർന്ന് പറയൂ. നല്ല ഉജ്ജ്വലത വേണം. ഇന്ന് സഹസ്രനാമം ജപിച്ചത് എത്ര നന്നായി എന്നറിയോ? വളരെ നന്നായി. എല്ലാവർക്കും അത് വശമായി തോന്നുന്നു. നാളെ മുതലൊക്കെ കൂടുതൽ ആളുകൾ, കുട്ടികളടക്കം വന്ന് സഹസ്രനാമം ജപിച്ച് മുഴുവനാക്കി നമുക്ക് 29-ാം തീയതി 4 മണിക്ക് ജപം തുടങ്ങണം. 10 തവണ 1 കോടി. 4 മണിക്ക് തുടങ്ങണം, 10 തവണ ജപിക്കണം, 1 കോടിയിലേറെ ജപിക്കണം. 1500 പേര് ചുരുങ്ങിയത് ഒരേ സമയത്ത് നമുക്കുണ്ടാവണം. അത് ഈ നൈമിഷാരണ്യത്തിലുള്ള ധന്യാത്മാക്കൾ എല്ലാവരും ചേർന്ന് വേണം ചെയ്യാൻ. അതിൽ അഹമഹമികയ എല്ലാവരും മുമ്പോട്ട് വരൂ, ആരും പിന്നിലാവരുത്. അതൊരു ആത്മനിർബന്ധമായി നമുക്കും ലോകത്തിനും വേണ്ടിയിട്ടുള്ള ഒരു തപോനുഷ്ഠാനമാണെന്ന് കണക്കാക്കി വേണം എല്ലാവരും വരാൻ. അതിനുള്ള ശക്തിയും മനസ്സാന്നിധ്യവും ഉണ്ടാവട്ടെ. എല്ലാവർക്കും കൂടി കൂട്ടായി ജപിക്കാം. ഓ